നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരനുഗ്രഹിക്കപ്പെട്ട പുതിയ മാസത്തിന്റെ പ്രഭാതം കൂടി സ്വർഗത്തിലെ ദൈവം എനിക്ക് നിങ്ങൾക്ക് ദാനം നൽകിയ കർത്താവിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ഈ പ്രഭാതത്തിലും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഒരുക്കിയിരിക്കുന്ന നല്ല സാവകാശങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിബീന സിസ്റ്റർ, അതേപോലെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെല്ലാവർക്കും വേഗം വരുന്നവനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ ഒരു പുതിയ മാസത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സ്തോത്രം. എത്ര പേർ ഈ മാസവും ദൈവം മുമ്പിൽ പ്രതീക്ഷയോടെ ദൈവപാദപീഠത്തിലായിരിക്കുന്നു? സ്തോത്രം. നിങ്ങൾ പ്രതീക്ഷയോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ചെയ്യുവാൻ കർത്താവ് വിശ്വസ്തനാണ്. സ്തോത്രം. ഞാൻ ഈ മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കും പെട്ടെന്ന് കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വേദഭാഗം പെട്ടെന്ന്, എനിക്കറിയത്തില്ല, കടത്തിക്കൊണ്ട് വരുന്നു. സ്തോത്രം. അതിങ്ങനെയാണ്. സ്തോത്രം. നമ്മൾ ഏലിയാവിന്റെ ഭാഗം, അല്ലെങ്കിൽ നമ്മളുടെ രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ശക്തമായ ദൈവപ്രവർത്തികളെ ചെയ്ത ഏലിയാവ് പെട്ടെന്ന് താൻ ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ തണലിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പെട്ടെന്ന് ഞാൻ ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ തണലിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, സ്തോത്രം, സാത്താന്യ മണ്ഡലങ്ങളെ മുഴുവൻ മുട്ടുമടക്കിച്ച്, സ്തോത്രം, ബാലിന്റെയും അശ്വര്യയുടെയും പ്രവാചകന്മാരെ മുഴുവൻ വെട്ടിക്കളഞ്ഞ്, സ്തോത്രം, ജയാളിയായി നിൽക്കുന്ന ഒരു മനുഷ്യനായി ഏലിയാവ് നിൽക്കുമ്പോൾ പെട്ടെന്ന്, സ്തോത്രം, ഇസബേല്, സ്തോത്രം, നമ്മുടെ ഭാഷയെ പറഞ്ഞ കലി തുള്ളിയിട്ട്, സ്തോത്രം, ഏലിയാവിനോട് ഒരു പദം പറയുകയാണ്. സ്തോത്രം, നാളെ ഈ നേരത്ത്, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ തല നിന്റെ ഉടലിന്റെ മേൽ കാണത്തില്ല, ഇല്ലെങ്കിൽ ദേവന്മാർ എന്നോട് അധികവും ചെയ്തു കൊള്ളട്ടെ എന്ന് പറയുക. സ്തോത്രം. പെട്ടെന്ന് ഈ വാക്ക്, സ്തോത്രം, ഏലിയാവിനെ ഒരു പാനിക് അറ്റാക്കിലേക്ക്, ഒന്നുകൂടെ പറഞ്ഞ ഒരു ഭയത്തിലേക്ക് നയിച്ചിട്ട്, സ്തോത്രം, ഏലിയാവ് എന്ന് പറയുന്ന ദൈവമനുഷ്യന്റെ മേൽ നിൽക്കുന്ന സകല ആത്മീയ അധികാരങ്ങളെയും താൻ മറന്നിട്ട്, സ്തോത്രം, താൻ പെട്ടെന്ന്, സ്തോത്രം, ഓടി, സ്തോത്രം, തന്റെ ബാല്യക്കാരനുമായിട്ട് കടന്നു വന്നിട്ട്, സ്തോത്രം, ബാല്യക്കാരനെ ഒരു ദൂരത്തിരുത്തിയിട്ട് താന്, സ്തോത്രം, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഒറ്റപ്പെട്ടവനെ പോലെ കയറിയിരിക്കുക. സ്തോത്രം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം, ഏലിയാവ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നെങ്കിലും, സ്തോത്രം, ഏലിയാവിനെ ശുശ്രൂഷകൾ ഏൽപ്പിച്ച ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ഏലിയാവിന്റെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുക, ഏലിയാവിന്റെ മനസ്സ് കണ്ടുകൊണ്ടിരിക്കുക, ഏലിയാവിന്റെ ചിന്ത കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. റീഖാമാനസി അരകൾ കെട്ടെ. എനിക്കറിയത്തില്ല, സ്തോത്രം, ഞാൻ ഈ മീറ്റിങ്ങിൽ പെട്ടെന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മാവെന്നോട് പറയുന്നു, സ്തോത്രം, ചിലരുടെ അവസ്ഥകളെ ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് കാണുകയാണ്. സ്തോത്രം. ഇന്നലകളിൽ നീ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു എന്ന് കണ്ടുകൊണ്ട് നിന്നെ പല മേഖലകൾക്കകത്തിൽ ഒതുക്കിക്കളയുവാൻ തക്കവണ്ണം ശത്രു കൊണ്ടുവരുന്ന മാനസിക തലങ്ങളിൽ നിന്നെ ഭയപ്പെടുത്തുവാൻ തക്കണം, ഭീതിപ്പെടുത്തുവാൻ തക്കണം, ഭീഷണിപ്പെടുത്തുവാൻ തക്കണം ശത്രു കൊണ്ടുവരുന്ന ചില പാനിക് അറ്റാക്കുകളെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ? സ്തോത്രം. അത് നിന്റെ അവസാനമല്ല. അവിടെ നിന്ന് ദൈവത്തിന്റെ ദൂതന്മാർ നിന്നെ ഇറങ്ങി ബലപ്പെടുത്താൻ പോകുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവോട് ഈ പ്രഭാതത്തിൽ ശക്തമായിട്ട് പറയുന്നു, ഏതൊക്കെയോ മേഖലകളിൽ ചില ഭയങ്ങൾക്കകത്തിലായിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, സ്തോത്രം, ഭയപ്പെടേണ്ട. യേശുവിന്റെ നാമത്തിൽ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നിന്നെ കർത്താവ് ഇന്ന് പകൽക്കാലം ബലപ്പെടുത്താൻ പോകുക. അവൻ നിന്റെ വലങ്കരത്തിൽ പിടിക്കാൻ പോകുക. സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നീ വിശ്വസിച്ചോ? നിനക്ക് വേണ്ടിയുള്ളത് ചിലത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഒരുക്കി തരാൻ പോകുക. എനിക്കറിയത്തില്ല, ഭയങ്കരമായിട്ട് എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു. സ്തോത്രം. ശത്രു ഒരുക്കി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തൊരു വചനമല്ല, പക്ഷെ എന്തോ ഈ മീറ്റിങ്ങിനകത്തോട് കയറിയ ഉടനെ പരിശുദ്ധാത്മാവോട് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ശത്രു ഒരുക്കിയ ചില കെണികൾ ഇന്ന് പകൽക്കാലം ചിലരുടെ മുകളിൽ നിന്ന് ഇന്ന് പകൽക്കാലം പൊട്ടി മാറാൻ പോകുക. നീ പോലും ആരോടും പറയാതെ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ ഹൃദയത്തിന്റെ ചില ചിന്തകൾക്കകത്തിൽ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾക്കകത്തിൽ നിന്നെ പെടുത്തിക്കളയുവാൻ തക്കണം, നിന്നെ ഇല്ലാതാക്കി കളയുവാൻ തക്കണം ശത്രു ഒരുക്കുന്ന ചില പദ്ധതികളെ ഇന്ന് പകൽക്കാലം ബ്രേക്ക് ചെയ്ത് കളയുവാൻ തക്കണം. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ദൈവം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നുകൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ചില പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, കാണാത്ത തലത്തിൽ നിന്റെ ഹൃദയത്തോട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ചിലത് പറഞ്ഞ് അത് മുഖാന്തരം നീ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾക്കകത്തിൽ നിന്നെ ഒതുക്കി കളയാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില മേഖലകളെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവോടെ പൊട്ടിച്ചു കളയാൻ പോകുക.
പോകുക, അവിടെ തകർത്ത് കളയാൻ പോകുക. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന്റെ പൈതലാകിയാൽ അങ്ങനെ ശത്രുവിന്റെ ഇഷ്ടത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് ഹല്ലേലൂയ പദ്ധതിയില്ല. ചിലരെ ഈ 3-ാം മാസത്തിൽ സ്വർഗത്തിലെ ദൈവം ശത്രുവിന്റെ ചില പദ്ധതികൾക്കകത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം അവന്റെ ദൂതന്മാരെ ഇന്ന് പകൽക്കാലം നീ പോലും പ്രതീക്ഷിക്കാതെ ദൈവം ഇറക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്ന പ്രാർത്ഥിച്ചോ. ഇത് വ്യക്തമായിട്ടുള്ള നിങ്ങളോടുള്ള ദൈവത്തിന്റെ ഒരു അരുളപ്പാടാണ്. കർത്താവ് പറയുന്നു, നീ ഭയപ്പെട്ടും നീ ഭാരപ്പെട്ടും ഇരിക്കുന്ന ചില സിറ്റുവേഷനുകൾക്കകത്തിൽ ഇന്ന് പകൽക്കാലം ആരും അത് അറിയുന്നില്ലെന്നാണ് നീ ചിന്തിക്കുന്നത്. പക്ഷെ നിന്നെ അറിയുന്ന ഒരു കർത്താവ് ആ സിറ്റുവേഷൻ അറിയുന്നു. ആ സിറ്റുവേഷനകത്ത് നിന്ന് ഇന്ന് പകൽക്കാലം നിന്നെ വിടുവിക്കാൻ തക്കവണ്ണം സ്വർഗം തന്റെ ദൂതനെ ആ മേഖലകൾക്ക് അയക്കാൻ പോകുന്നു. പരിശുദ്ധ അമ്മവിനോട് ശക്തമായിട്ട് പറയും, ഇന്ന് പകൽക്കാലം ആരുടെയൊക്കെയോ ലൈഫിനകത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരെ ദൂതന്മാർ ഈ 3-ാം മാസം ഏതൊക്കെയോ സിറ്റുവേഷനുകൾ അകത്തിൽ നിന്ന്, എനിക്കറിയത്തില്ല, കർത്താവിനോട് പറയുന്നു, ഭയപ്പെട്ടിരിക്കുന്ന ഏതൊക്കെയോ സിറ്റുവേഷനുകൾക്കകത്ത് നിന്ന് നിന്നെ ആ പുറത്തെടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നീയും ദൈവവും മാത്രമേ സിറ്റുവേഷൻ അറിയുന്നുള്ളൂ. പക്ഷെ ആ സിറ്റുവേഷനകത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വെളിയിലെടുക്കാൻ പോകുക. ആ സിറ്റുവേഷനകത്തിലേക്ക് നീ വരുവാൻ കാരണം ചില പൈശാചിക അറ്റാക്കുകളാണെന്ന് ദൈവാത്മാവ് പറയുന്നു. അതിനകത്ത് നിന്ന് ആത്മാവ് നിന്നെ വെളിയിലെടുക്കാൻ പോകുക. വിശ്വസിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. വിശ്വസിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഊറാമാന സിയാരകൾ കെട്ടിയ നീ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില മേഖലകൾക്കകത്ത് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിന്നെ വെളിയിലിറക്കുവാൻ തക്കോണം. ദൈവത്തിന് ചില പ്രൊവിഷനുകൾ, ദൈവത്തിന് ചില പ്രൊവിഷനുകൾ യേശുവിന്റെ നാമത്തിൽ. യെസ് ശബാന റവൽ പെട്ടിയ സബാറവൽപെട്ടക റാബക്ഷുടിയ നഗൽകെട്ടിയ നഗസ്തിയ റമാനഗത്തിയ രഗത്തിയ നഗൽകെട്ടിയ റിമനിയാസ്തിയ. ദൈവത്തിന്റെ പ്രൊവിഷനുകൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലർക്ക് വേണ്ടി ഹല്ലേലൂയ ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചോ. ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോയി. ഇന്ന് പകൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, ഏതൊക്കെയോ മേഖലകൾ എന്റെ മാനസിക തീരുമാനങ്ങൾ ഹല്ലേലൂയ ആ മാനസിക തീരുമാനങ്ങൾ ദൈവഹിതമല്ലായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ശത്രുവിന്റെ ഏതൊക്കെയോ ഭീഷണികൾ ഹല്ലേലൂയ സ്തോത്രം അത് വെളിപ്പെട്ട് വന്നത് മുഖാന്തരം ഞാൻ എന്റെ ഹൃദയം കൊണ്ട് എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനത്തിനകത്ത് ഞാൻ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു ഹല്ലേലൂയ അതിനകത്ത് നിന്ന് നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം ഒരു ദൂതൻ ഇറങ്ങാൻ പോകും. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഏതൊക്കെയോ മേഖലകളിൽ കുരുങ്ങിക്കിടക്കുന്ന ചിലരെ ഇന്ന് പകൽക്കാലം ഈ 3-ാം മാസത്തിനകത്തിൽ സ്വർഗം റിക്കവറി ചെയ്യാൻ പോകുക. സ്വർഗം റിക്കവറി ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ സ്വർഗം റിക്കവറി ചെയ്യാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ മിടുക്ക് കൊണ്ടല്ല, ദൈവം തന്നെ ശക്തി കൊണ്ട് ഇന്ന് പകൽക്കാലം റിക്കവർ ചെയ്യാൻ പോകുക. ചില കുടുംബങ്ങളെ ദൈവം റിക്കവർ ചെയ്യാൻ പോവുകയാണ്. ചില തലമുറകളെ ദൈവം റിക്കവർ ചെയ്യാൻ പോകുക. വിശ്വസിച്ചോ യേശുവിന്റെ നാമത്തിൽ. ഇനി എനിക്ക് കഴിയത്തില്ല, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് അല്ലെങ്കിൽ ക്യാരക്ടറുകളുമേൽ ചില വ്യത്യാസങ്ങൾ വന്ന് ചില മേഖലകൾക്കകത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ചിലരെ ഇന്ന് പകൽക്കാലം ആത്മാവ് സ്വതന്ത്രമാക്കാൻ പോകുന്നു. ആത്മാവ് സ്വതന്ത്രമാക്കാൻ പോകുന്നു. ആത്മാവ് സ്വതന്ത്രമാക്കാൻ പോകുന്നു. ശബാലകൾ കെട്ടി റിമനിയാദവൻ പെട്ടിക്രമണ ഗലാദികൾ കെട്ടിയ ശബാനവത്തുരവാദികൾ കെട്ടി പ്രബടകനാദികൾ കെട്ടി പ്രബടകൻ. കൂടെയുള്ളവർക്ക് പോലും അറിയത്തില്ല അല്ലെ നിന്റെ ഹൃദയത്തിന്റെ തീരുമാനം എന്താ, ചിന്ത എന്താന്ന്. ഹല്ലേലൂയ. ബാല്യക്കാരനോട് പറഞ്ഞിരിക്കുക, നീ ഇവിടെ ഇരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുക. ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുക. റമാനഗസ്തിയ രഗൽ കെട്ടിയ റിമനാസിയ രഗക്ഷുടിയ നഗൽ കെട്ടിയ റബൽ പെട്ടിയ നഗസ്തിയ. ചില ദൈവപ്രവൃത്തികൾ ഹല്ലേലൂയ സ്തോത്രം. യെസ് സ്തോത്രം. ഹല്ലേലൂയ ചില ദൈവപ്രവൃത്തികൾ. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ സിറ്റുവേഷൻ എല്ലാവരും ചിന്തിച്ചു. ഇതുകൊണ്ട് ഇവൻ അവസാനിക്കാൻ പോകുക, ഇതുകൊണ്ട് ഇവൻ തീരാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഇല്ല ഏലിയാവേ, നിനക്ക് ഞാനൊരു പുതിയ തുടക്കം തരാൻ പോകുക. ഇന്ന് പകൽക്കാലം എന്നോട് പരിശുദ്ധമായി ശക്തമായിട്ട് പറയുന്നു, പൈശാചിക മണ്ഡലങ്ങൾ ഏതൊക്കെയോ മേഖലകളിൽ ചില ലൈഫിനെ നോക്കി അതിരുവച്ച മേഖലകൾക്കകത്തിൽ ഈ പകൽക്കാലം ആത്മാവ് ശക്തമായിട്ട് ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ നിനക്കൊരു പുതിയ തുടക്കം സ്വർഗം തരാൻ പോകുക. നീ നിന്റെ കഴിവ് അവസാനിപ്പിച്ചെടുത്ത്, നീ നിന്റെ ജീവിതത്തിന്റെ പല മേഖലകൾ ഇനി കഴിയത്തില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ഈ പകൽക്കാലം ആത്മാവ് ശക്തമായിട്ടൊരു ദൂത് കൈമാറുന്നു. പുതിയ ചില തുടക്കങ്ങളെ സ്വർഗം നിനക്ക് വേണ്ടി അല്ലെങ്കിൽ ഡയറക്റ്റ് തരാൻ പോകുക. ഒന്നുകൂടെ കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, നീ ചോദിച്ചതിലും നിനച്ചതിലും
വിചാരിച്ചതിന് അപ്പുറമായി ഏതൊക്കെയോ മേഖലകൾ സ്വർഗം ഡയറക്റ്റ് നിനക്ക് വേണ്ടി ചില പ്രൊവിഷനുകളായി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. ഈ പകൽ വിശ്വസിച്ചോ, സ്വർഗം ഹല്ലേലൂയ ചില പ്രൊവിഷനുകളായി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. നിന്റെ കഴിവ് കൊണ്ട് ഓടിക്കേറാൻ പറ്റാത്തടത്ത്, നിന്റെ മിടുക്ക് കൊണ്ട് ഓടിക്കേറാൻ പറ്റാത്തടത്ത് ഇന്ന് പകൽക്കാലം നിന്റെ ആ ജീവിത സാഹചര്യത്തിലേക്ക് ദൈവം ഒരു ദൂതനെ അയച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്നെ ശക്തീകരിക്കുവാൻ തക്കണം ദൈവത്തിന്റെ ചില പ്രവർത്തികളെ ഈ പകൽക്കാലം ആത്മാവ് നിനക്ക് വേണ്ടി ചെയ്യുകയാ. ശവാനവൽപ്പെട്ടി ക്രമാനഗസ്തിയ രകൽക്കെട്ടിയ നഗസ്തിയ റീബത്തൂരി മറ്റക്കാനം എത്തിപ്രവട കൽക്കെട്രമന സ്തിയാരകൽ കെട്ടിയ ലാക്രമരിയ ദീകൽ കെട്ടിയ മിനവാടകക്ഷുടിയ റവൽപ്പെട്ടി രക്തപ്രവട ഗക്ഷത്തിപനം പ്രഭാൽ കെട്ടിയ നഗസ്തിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഈ പകൽ വിശ്വസിച്ചു ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഈ ഭാഗമേ നിങ്ങളുടെ സൂക്ഷിക്കാൻ വന്നതല്ല. ഹല്ലേലൂയ സ്തോത്രം. ബീന സിസ്റ്റർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധമായിട്ട് ഭയങ്കരമായിട്ട് പറയാൻ തുടങ്ങിയത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേറൊരു ഭാഗം ശുശ്രൂഷിക്കാൻ വന്നത്, ആ ഭാഗത്തിലേക്ക് ദൈവം അനുവദിച്ച വരാം. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ പരിശുദ്ധമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലൈവായിട്ട് ഞാൻ സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ഇത് നിങ്ങളോടുള്ള ഭയങ്കരമായിട്ടുള്ള ദൈവശബ്ദമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക സ്തോത്രം. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചിലത് ഇന്ന് പകൽ പ്രൊവൈഡ് ചെയ്യാൻ പോവുക. സ്വർഗം ചിലത് ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പോവുക. എന്തിനാണെന്നറിയാമോ സ്തോത്രം? ചിലതിനെ ഇന്ന് പകൽക്കാലം നിന്റെ കരം കൊണ്ട് അഭിഷേകം ചെയ്തെടുക്കാൻ തക്കവണ്ണം സ്തോത്രം. നീ ഇങ്ങനെ ഒതുങ്ങിപ്പോകേണ്ടവനല്ലെന്ന് ദൈവത്തിന് നല്ല ബോധ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ഏതൊക്കെയോ മേഖലകൾക്ക് ഒന്നുകൂടെ ഞാൻ ആഴ്ത്തി പറയാം. ഹൃദയത്തിനകത്തിലെ ചിന്ത ഹല്ലേലൂയ, ഹൃദയത്തിനകത്തിലെ ചിന്ത ഹല്ലേലൂയ. ഈ പകൽ ഞാൻ പറയാം, ഹൃദയത്തിനകത്തിലെ ചിന്ത ഹല്ലേലൂയ ഏറ്റവും രഹസ്യമുള്ളതാ. അത് ആരാഞ്ഞറിഞ്ഞവൻ ആരാന്ന് തിരുവചനം പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ ഹൃദയ രഹസ്യങ്ങളെ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ അറിയുന്നില്ലെങ്കിൽ അറിയുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നീ ആയിരിക്കുന്നത്. സ്തോത്രം. മിനി മാത്യു സിസ്റ്ററെ, ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ശക്തമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. ഏതൊക്കെയോ മേഖലകൾക്കകത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് പുതിയത് ചിലത് ചെയ്യാനുണ്ട് കേട്ടോ. ഈ 3-ാം മാസം ദൈവത്തിന് പുതിയത് ചിലത് ചെയ്യാനുണ്ട്. ഈ പകൽക്കാലം വിശ്വസിച്ചോ. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ ചിന്തകളെയും നിരൂപണങ്ങളെയും അറിയുന്ന ഒരു ദൈവത്തിന് മുൻപിലാണ് നീ ആയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആരോടും പറഞ്ഞില്ലെങ്കിലും അറിയുന്നൊരു ദൈവം, അറിയുന്നൊരു ദൈവം, നിന്നെ അറിയുന്നൊരു ദൈവം. റാമ നഗസ്യ രകൽ കെട്ടിയ നഗഷിടിയ ഇങ്ങനെ കർത്താവിനോട് പറയുന്നു. ഹാഗാർ മരുഭൂമിക്കകത്തില് തന്റെ തലമുറയെ ഹല്ലേലൂയ ഒരു അമ്പിൻപാട് ദൂരത്തിട്ടിട്ട് കരയാൻ തുടങ്ങി. കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ഈ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ ദൂതൻ ഹല്ലേലൂയ അവളെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹാഗാറെ നിനക്കെന്ത്? കാരണം എന്താണെന്നറിയും? ഇന്നലകളിൽ ദൈവത്തിനൊരു വാഗ്ദത്തം അനുസരിച്ച് ഹല്ലേലൂയ സ്തോത്രം മടങ്ങി ഹല്ലേലൂയ യജമാനത്തിയുടെ ഭവനത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ അവൾ അനുസരിച്ച് മടങ്ങിപ്പോയി. അവിടെ ഒരു വാഗ്ദത്തങ്ങൾ അവിടെ മേൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏതൊക്കെയോ വാഗ്ദത്തങ്ങളെ മറന്ന് കരയുമ്പോൾ ഈ പകൽക്കാലം ആത്മാവ് പറയുന്നു ഹല്ലേലൂയ നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ ചില വാഗ്ദത്തങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ തുറന്നു വരുമെന്ന് ആത്മാവിനോട് ശക്തമായിട്ട് പറയാൻ പറയുന്നു. ഏതൊക്കെയോ വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ഏതൊക്കെയോ വാഗ്ദത്തങ്ങൾ മുൻപോട്ട് പോകാൻ കഴിയാത്ത ഏതൊക്കെയോ സിറ്റുവേഷനിൽ തുറന്നു വന്ന് ആ വാഗ്ദത്തങ്ങളുടെ പ്രൊട്ടക്ഷനകത്തിൽ യെസ് ഹല്ലേലൂയ ആത്മാവ് ഇങ്ങനെ ദൂത് പറയുന്നു. ഹാഗാറെ നിനക്കെന്ത്? ഒരു വാഗ്ദത്തത്തിന്റെ പ്രൊട്ടക്ഷൻ ഇവിടെ തുറന്നു വരികയാ. ഓ സ്തോത്രം. സിസ്റ്ററോട് ഞാൻ ഈ ദൂത് പറയുമെന്ന് പകൽക്കാലം വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിക്കാൻ. ഏതൊക്കെയോ വാഗ്ദത്തത്തിന്റെ പ്രൊട്ടക്ഷൻ നിന്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ഏതൊക്കെയോ കഷ്ടതയുടെ നടുവിൽ തുറന്നു വരിക. നീ അവസാനിച്ചു എന്ന് പറയുന്ന മേഖലകൾക്കകത്തിൽ വാഗ്ദത്തങ്ങളുടെ പ്രൊട്ടക്ഷനുകൾ തുറന്നു വന്ന ഹല്ലേലൂയ റമാനഗസ്യ രകൽക്കട്ടെ ഇവിടെ അവസാനിച്ചു, ഇവിടെ തീർന്നു, ഇനി മുൻപോട്ടൊരു യാത്ര ഇല്ലെന്ന് പറയുന്നിടത്ത് ദൈവാത്മ പറയുന്നു ഇല്ല 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 നീ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് വാഗ്ദത്തം നിനക്ക് വേണ്ടി ഏതൊക്കെയോ പുതിയ ഡോറുകൾ, പുതിയ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഈ 3-ാം മാസത്തിൽ കർത്താവ് തുറക്കുക. പരിശുദ്ധമാണ് ശക്തമായിട്ട് പറയുന്നു. ഉറാമന ശക്തമായിട്ട് ദൈവമാനോട് പറയുന്നു. എവിടൊക്കെയോ ശത്രു അടച്ചു, ഇനി നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ആത്മാവ് ശക്തമായിട്ട് വിളിച്ചു പറയുന്നു. പുതിയ ചില ഡോറുകൾ തുറക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പുതിയ ചില വാതിലുകൾ തുറക്കുക. റമാനകഷുടിയ ലാക്സീമന റബേഖനെസിയ പ്രവാദികൾ കെട്ടിയ ഷീവാറബൽ കെട്ടി വിലാദികൾ കെട്ടി റിമനിയ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഈ ദൂതനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചു. അല്ലെങ്കിൽ ചിലർക്ക് വേണ്ടി ദൈവാത്മ ശക്തമായിട്ടുള്ള ചില വാതിലുകൾ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു. നിങ്ങൾ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നിടത്ത്, നിങ്ങൾ ഇനി വഴിയില്ലെന്ന് പറഞ്ഞ് കരയുന്നിടത്ത് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പുതിയ വാതിൽ തുറക്കാൻ പോകുന്നു.
നിങ്ങൾ ചിന്തിക്കാത്ത പുതിയ വാതിൽ റേമനെ ഹപ്തരാ ജഗക്ഷുടിയ അരകൾ കെട്ടിയ, അതൊരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ചില വാതിലുകൾ ഇന്ന് പകൽക്കാലം ചിലർക്ക് വേണ്ടി തുറക്കുന്ന ആത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ പകൽ കർത്താവിനോട് ഭയങ്കരമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ചില പാനിക് അറ്റാക്കുകളുടെ മുമ്പിൽ നിൽക്കുന്ന ചിലരോട് പരിശുദ്ധം പറയുന്നു, നീ ചിന്തിക്കാത്ത വാതിലുകളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം തുറക്കുന്ന ദൈവമാ. നീ ചിന്തിക്കാത്ത വാതിലുകളെ ദൈവം ഇന്ന് പകൽക്കാലം തുറക്കുന്ന ദൈവമാ. അടുത്തത് കർത്താവ് ഇങ്ങനെ പറയും, നീ ചിന്തിക്കാത്ത പ്രൊവിഷനുകളെ ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാ. യെസ്, വിശ്വസിക്കൂ, വിശ്വസിച്ചു. അല്ലെ, നിങ്ങൾ ചിന്തിക്കാത്ത പ്രൊവിഷനുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു, പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. ലോകോമനസിയ ലാഗറവനപടി ഖനാദികൾ കിട്ടിയ റമനിയ ദഗൽ കിട്ടിയ ഏലിയാവ്, ഹല്ലേലിയ, സ്തോത്ര, കാക്കയെ കൊണ്ട് അവനെ പോറ്റുന്ന ദൈവത്തെ കണ്ടിട്ടുണ്ട്. ഹല്ലേലിയ. ഒരു വിധവയുടെ ഹല്ലേലി ഭവനത്തിൽ വിധവയെ കൊണ്ട് പോറ്റുന്ന ദൈവത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആരും അവനെ പോറ്റണ്ട. സ്തോത്രം. ഹല്ലേലൂയ. മതി യഹോവേ, മതി. ഹല്ലേലൂയ. ജീവിതം മതിയാക്കി. ഹല്ലേലൂയ. ഇനി എന്റെ ലൈഫിനെ എടുത്തോ എന്ന് പറഞ്ഞു മുമ്പേ വരെ നിന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പ് വെക്കാനാ, മുമ്പോട്ട് പോകാനാ. ഹല്ലേലൂയ. മുഴുവൻ നിൽക്കുന്ന ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാ. ഇപ്പോൾ ഒരു ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയല്ല അവൻ നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി നിൽക്കുക. പക്ഷേ കർത്താവിനോട് പറയുന്നു, നോ നോ. ഹല്ലേലൂയ, സ്തോത്രം. ഇതാ നിനക്ക് വേണ്ടിയുള്ള പുതിയ ചില പ്രൊവിഷനുകളെ നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്, നീ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്തത് ദൈവം തന്റെ സ്വർഗീയ ദൂതന്മാരെ കൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തമായിട്ട് ചിലരോട് പറയുന്നു. ശൈല സിസ്റ്റർ വിശ്വസിച്ചോ? ദൈവാത്മാവിനോട് പറയുന്നു, ഹല്ലേലൂയ. ദൂതനെ അയച്ച് ചിലത് ദൈവം പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. ദൂതനെ അയച്ച് ചിലത് സ്വർഗം പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. ഈ പകൽ വിശ്വസിക്കാൻ കഴിയുന്ന വിശ്വസിച്ചോ? സ്വർഗം തന്റെ ദൂതനെ അയച്ച് ചിലർക്ക് വേണ്ടി ചിലത് പ്രൊവൈഡ് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഉറാബാന സീഖമാന റീബൽ പൗഡ കരകത്തൂര മട്ടകരാതി കൽക്കട്ടി റേബൽ പൗഡ പ്രബടാപരമ ഷുഡ. ഈ നിമിഷത്തിൽ കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, നീ കാണാത്ത, ഹല്ലേലൂയ, നിന്റെ കണ്ണിന് ഇതുവരെ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഈ പകൽക്കാലം നീ ഭയപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷനകത്തിൽ ഇറങ്ങാൻ പോകുക, ഇറങ്ങാൻ പോകുക. നീ ഒറ്റപ്പെട്ട് കിടക്കുന്ന സിറ്റുവേഷനകത്തിൽ ഇറങ്ങാൻ പോകുക. ഇന്ന് പകൽക്കാലം അവൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അവൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് നീ പോലും ചിന്തിക്കാത്തൊന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തൊരു ദീർഘദൂര യാത്രയ്ക്ക് നിന്നെ പര്യാപ്തമാക്കുന്ന, അല്ലെങ്കിൽ നിന്നെ പര്യാപ്തമാക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻ ദൈവം ഇന്ന് പകൽക്കാലം പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. എനിക്കറിയത്തില്ല. പരിശുദ്ധമനോട് പറയുന്നു, ഈ 3-ാം മാസം ചിലർ ലൈഫിനകത്തില് അല്ലെങ്കിൽ ഭയങ്കര ദൈവിക പ്രൊവിഷനുകൾ വെളിപ്പെട്ടു വരാൻ പോകുന്നു. ദൈവിക പ്രൊവിഷനുകൾ വെളിപ്പെട്ടു വരാൻ പോകുന്നു. ദൈവിക പ്രൊവിഷൻ രാമാനസിയാരകൾ കെട്ടിയ രാമന ദീപന ദീപനപ്തമന പ്രബടഗതിയ റമൽ പ്രബടക ദീപന സിയാരകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ റിമന ദമന ഛകദയ റമൽ പൗഡക ദീപന ബഡബൽ പൗഡക ദീപന ബഡബൽ പൗഡഗതിയ. ഓ സ്തോത്രം, 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 സ്തോത്രം. രാമന ഷുഡിയാറകൾ കെട്ടിയ റാവൽ പൗഡക ദീപന ബസിയ രഗത്തുര്യാദകൾ കെട്ടിയ. ഓ ഇന്ന് പകൽക്കാലം ഭയങ്കരമായിട്ട് ദൈവം പറയുന്നു, അല്ല നിങ്ങൾ പോലും ചിന്തിക്കാത്ത പ്രൊവിഷനുകൾ ദൈവം പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു, പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. സ്തോത്രം. ഈ പകൽ നിങ്ങൾ വിശ്വസിച്ചു? ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, ഹല്ലേലൂയ. ഈ വചനത്തെ നിങ്ങളുടെ വിഷയമായിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്തോണേ. ഈ വചനത്തെ നിങ്ങളുടെ വിഷയമായിട്ട് കണക്ട് ചെയ്തു. ഈ വചനത്തെ നിങ്ങളുടെ വിഷയമായിട്ട് കണക്ട് ചെയ്തു. ഈ ദൂതനെ നിങ്ങളുടെ വിഷയമായിട്ട് ഇന്ന് പകൽക്കാലം കണക്ട് ചെയ്തു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലത് ചെയ്യാൻ പോകുക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലത് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലത് ചെയ്യാൻ പോകുക. ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾ ചിന്തിച്ചതല്ല നടക്കാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിച്ചതല്ല നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടം കൊണ്ട് ഏലിയാവെ നീ അവസാനിക്കുമെന്ന് ശത്രു ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ശത്രു ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ശത്രുവിന്റെ വാക്ക് ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് വിഷയം തന്റെ ഭക്തനാ. ദൈവത്തിന് വിഷയം അവനെ എങ്ങനെ, ഹല്ലേലൂയ, സ്തോത്രം, അവനെ എങ്ങനെ അടുത്ത ദൗത്യത്തിലേക്ക് നടത്താം എന്നുള്ളത് ദൈവത്തിന്റെ വിഷയം. ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തമായിട്ട് പറയും, നിങ്ങൾ പല വിഷയങ്ങൾ ദൈവകാര്യങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ കർത്താവോട് ചോദിക്കുക, കർത്താവേ ഈ വിഷയത്തിൽ എന്താ നീ സംസാരിക്കാത്ത? കർത്താവ് പറയുന്നു, എന്റെ വിഷയം, എന്റെ വിഷയം, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ ഭയമല്ല എന്റെ വിഷയം. ഹല്ലേലൂയ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള വാഗ്ദത്തമാ എന്റെ വിഷയം. ഹല്ലേലൂയ. നീ ഇപ്പൊ പറയുന്ന ഈ സിറ്റുവേഷൻ അല്ല എന്റെ വിഷയം. എന്റെ വിഷയം ഈ സിറ്റുവേഷനകത്തില്, ഹല്ലേലൂയ, സ്തോത്രം, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം, നിന്റെ ദൈവം
ദൈവം ആരാണെന്ന് ഇന്ന് പകൽക്കാലം നീ കാണുന്ന ഒരു പകൽക്കാലമാണ്. യേശുവിന്റെ നാമത്തിൽ ഒന്നുകൂടെ പരിശുദ്ധമന് ശക്തമായിട്ട് പറയാൻ പറയുന്നു, നിന്റെ ദൈവം ആരാണെന്ന്. അല്ലെങ്കിൽ നീ കാണുന്ന ഒരു പകൽക്കാലമാ, നീ കാണുന്ന ഒരു പകൽക്കാലമാ. നീ അവസാനിക്കുമെന്ന് പറയുന്നിടത്ത് അല്ലെ നിന്റെ ദൈവത്തിൽ കൂടി നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടിട്ട് അവിടെ നിന്ന് പുതിയത് ചിലത് നിന്നിൽ കൂടെ പുറത്തു വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ പുതിയത് ചിലത് ഈ 3-ാം മാസം ചിലരിൽ കൂടി ചിലത് പുറത്തു വരാൻ പോകുക. പുതിയത് യേശുവിന്റെ നാമത്തിൽ പുതിയത്, ശത്രു പ്രതീക്ഷിക്കാത്തത്, ശത്രു ചിന്തിക്കാത്തത് നിന്നിൽ കൂടി യേശുവിന്റെ നാമത്തിൽ പുതിയത് ചിലത് പുറത്തു വരാൻ പോകുക. ഓ റമാനാസി ആപ്തരാജകക്ഷുടിയ നഗൽ കെട്ടിയ നെഗസിയ രകൽ കെട്ടിയ റീബാഷുടിയ രകൽ കെട്ടി. കർത്താവിനോട് പറയുന്നു, ശത്രുവിന്റെ ഭീഷണിയുടെ മുമ്പിലാ ദൈവത്തിന്റെ പ്രൊവിഷൻ വെളിപ്പെടുന്നത്. ഈ പകൽക്കാലം കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, ശത്രുവിന്റെ ഭീഷണി നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രൊവിഷൻ ഇതാ വെളിപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ലാഖാറമന സിയാരകൽ കെട്ടിയ റബനദിയ രകൽ കെട്ടിയ ഓ റീമനസിയ. ഹല്ലേലൂയ. ലിനിമോൻസി സിസ്റ്ററെ വിശ്വസിച്ചോ, ഇന്നു മുതൽ നിനക്ക് വേണ്ടി ചലിക്കുന്നത് ദൈവത്തിന്റെ കരമായിരിക്കും കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ചില ദൈവിക കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. ചില ദൈവിക കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. സ്തോത്രം. പല കരങ്ങളും നിനക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവ് നിന്നോട് ഒരു ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ. ദൈവിക കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടാൻ പോകുക. തിരുവചനം ഇങ്ങനെ പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഇന്ന് പകൽക്കാലം ഏതൊക്കെയോ മേഖലകളിൽ പ്രതികൂലമായി നിൽക്കുന്ന ചില മേഖലകളിൽ നോക്കി ആത്മാവ് ശക്തമായിട്ടൊരു ദൂത് കൈമാറുന്നു. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രതികൂലമായി നിൽക്കുന്നതിനെ നോക്കി നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് പറയുന്നു, ഉറച്ചു നിൽപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. കർത്താവ് ആ ഒരു പദം ഭയങ്കരമായിട്ട് നിങ്ങളോട് ഇടപെടുന്നു. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. റീബനാസ്. ഇന്ന് പകൽക്കാലം ഈ ദൂതനെ വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഒറ്റ വാക്കിനകത്തില് ദൈവം അനുകൂലമായാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ഈ ദിവസങ്ങളിൽ ദൈവം തെളിയിക്കുന്ന ഒരു സീസൺ നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം ചെയ്തു തരാൻ പോകുന്നെന്ന് ആത്മശക്തമായിട്ടൊരു ദൂത് കൈമാറുക. ദൈവം അനുകൂലമാണെങ്കിൽ എന്തെല്ലാം സംഭവിക്കും. ഹല്ലേലൂയ. എന്തെല്ലാം സംഭവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൂത് സിസ്റ്റിനോടുള്ള ബന്ധത്തെ അങ്ങനെ നിൽക്കുമ്പോൾ സ്തോത്രം അവിടെ നിന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറാം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തെ നീ എഴുതിക്കോണം കേട്ടോ. സ്തോത്രം. ഈ മോശയ്ക്കും അഹരോനും എതിരെയൊക്കെ ഭയങ്കര പിറുപിറുപ്പ് വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മ പറഞ്ഞു, സ്തോത്രം, ദൈവം തെരഞ്ഞെടുത്തത് ഏതാണെന്ന് ഞാൻ തെളിയിക്കാം. ഹല്ലേലൂയ. ഓരോ ഗോത്രത്തിന്റെ വടി പേരെഴുതി ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു ദൈവം. ദൈവം. സ്തോത്രം. പേരെഴുതി എല്ലാം ഇങ്ങ് കൊണ്ടുവന്നു. ദൈവസന്നിധിയിലേക്ക് എല്ലാം പേരെഴുതി ഇങ്ങ് കൊണ്ടുവന്നു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇതിനകത്ത് ദൈവം തെരഞ്ഞെടുത്ത ഏതാന്ന് ഞാൻ തെളിയിക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം നീ പേരെഴുതി ദൈവസന്നിധിയിലൂടെ ചില വിഷയങ്ങൾ കൊണ്ട് കൊടുത്തു. ദൈവം തെളിയിക്കാൻ പോകുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിന്നെ ദൈവം തെരഞ്ഞെടുത്തു. ഒന്നുകൂടെ ഞാൻ പറയാം, നിന്റെ കൂടെ ദൈവം അനുകൂലമാണോ ഇല്ലയോ എന്ന് ദൈവം തെളിയിക്കാം. ചില വിഷയങ്ങളെ എന്നോട് കർത്താവ് ശക്തമായിട്ട് പറയാൻ പറയുന്നു. ചില വിഷയങ്ങളെ ഇന്ന് പകൽക്കാലം നീ പേരെഴുതി ദൈവസന്നിധിയിലോട്ട് കൊണ്ടുവച്ചു. സ്തോത്രം. അതിനകത്തിൽ ഒരു ദൈവമഹത്വം വെളിപ്പെടുത്താൻ പോകുക. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടു. ഹല്ലേലൂയ, സ്തോത്രം. നാളുകൾ കൊണ്ട് നടക്കേണ്ട ചില വിഷയങ്ങൾ. ഹല്ലേലൂയ. ഈ ഭൂമിയുടെ സിസ്റ്റം പ്രകാരം വർഷങ്ങൾ എടുത്ത് മാത്രം നടക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം സൂപ്പർ നാച്ചുറലായിട്ട് ദൈവത്തിന്റെ കരം അനുകൂലമാകുമ്പോൾ എങ്ങനെ ചലിക്കുന്നതെന്ന് ദൈവം നിനക്ക് വേണ്ടി തെളിയിക്കാൻ പോകുക. വർഷങ്ങൾ എടുത്ത് നടക്കേണ്ട ചില പ്രോസസ്സുകൾ, വർഷങ്ങൾ എടുത്ത് തെളിയിക്കപ്പെടേണ്ട ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ഷോർട്ട് പീരീഡുകൾക്കകത്തിൽ ദൈവം തെളിയിക്കാൻ പോകുക. ഷോർട്ട് പീരീഡുകൾക്കകത്തിൽ. എനിക്കറിയത്തില്ല, ദൈവം ശക്തമായിട്ട് ഞാനോട് പറയുന്നു, ഷോർട്ട് പീരീഡുകൾക്കകത്തിൽ ദൈവം ചിലത് തെളിയിക്കാൻ പോകുക. ഒരടയാളവും സാക്ഷ്യവുമായി ദൈവം തെളിയിക്കാൻ പോകും. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഭയങ്കരമായിട്ട് ഇടപെടുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളോട് പറയാൻ വന്ന ദൂതയല്ല ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ദൈവം ലൈവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സ്തോത്രം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സഹോദരനോട് പറഞ്ഞു, സ്തോത്രം, ഈ സ്തോത്രം വചന ശുശ്രൂഷയും ഉണ്ട്, സ്തോത്രം, ഒരു മെസ്സേജും ഉണ്ട്. സ്തോത്രം. മെസ്സേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്തോത്രം ഈ സ്തോത്രം 3-4 സ്തോത്രം എന്താ പറയണ്ടേ, സ്തോത്രം, ഒരു വചനം, ഒരു
ഒരു വചനം എടുക്കുന്നു, സ്തോത്രം, അതിന്റെ മൂന്നാല് ഒത്തുവാക്യങ്ങൾ എടുക്കുന്നു, അതിനോട് ചേർന്ന് ഒരു വചന ശുശ്രൂഷ ഒന്നുകൂടെ പറഞ്ഞ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് അല്ല, ഒരു വചന ശുശ്രൂഷ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ആത്മാവ്, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളെ, സ്തോത്രം, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, പരിശുദ്ധാത്മാവ് നിങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് നല്ല പ്രാഗൽഭ്യത്തോടെ ഞാൻ പറയുന്നത്. സ്തോത്രം, ഞാൻ കൊണ്ടുവന്ന സാധനം ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റർ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങുക. അല്ലെ, നിങ്ങളോടുള്ള ദൂത്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ അല്ലെ, എന്റെ ഇഷ്ടവും അത് തന്നെയാണ്. കാര്യം, സ്തോത്രം, എനിക്ക് ശുശ്രൂഷിക്കേണ്ട. സ്തോത്രം, ഞാൻ നിങ്ങളെ ശുശ്രൂഷിച്ചിട്ട് എന്തെടുക്കാനാ? സ്തോത്രം, കാര്യമില്ല. സ്തോത്രം, ഞാൻ എപ്പോഴും എന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ പ്രസംഗവും ഞാനും അങ്ങ് പുറകിലോട്ട് മാറും. അല്ലേല്, പിന്നെ ശുശ്രൂഷിക്കുന്നത് പരിശുദ്ധാത്മാവാ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുന്നവർ ഹല്ലേലൂയ വിശ്വസിച്ച് ദൂതനെ ഏറ്റെടുത്തു. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. റമാനഗസ്യ രകൽ കെട്ടിയ നഗക്ഷുടിയ നകൽ കെട്ടിയ കർത്താവിനോട് പറയുന്നു, ദീർഘനാളുകളെടുത്ത് നടക്കുന്ന ചില പ്രോസസ്സുകൾ ഈ 3-ാം മാസം മുതൽ ചിലർക്ക് വേണ്ടി വളരെ വേഗത്തിൽ ക്യുക്കായിട്ട് നടക്കാൻ പോവുക. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധമായി ശക്തമായിട്ട് പറയുന്നു, ഈ ലാസറിന്റെ കല്ലറയിലേക്ക് യേശു വരുമ്പോഴുണ്ടല്ലോ, അവർക്ക് ഒട്ടും പ്രതീക്ഷയില്ല. ഇവൻ 3-ാം ദിവസം ഹല്ലേലൂയ നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായി. ഇനി ഒരു ഉയർപ്പ് ഈ 4-ാം ദിവസം നടക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. മാർത്തയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് ഉയർക്കും. ഞങ്ങൾക്കറിയാം എപ്പോഴാണെന്നറിയാം, പുനരുദ്ധാനം എല്ലാവർക്കും സംഭവിക്കുമല്ലോ, അന്നേരം ഉയർക്കും. ഇതാ സിസ്റ്റം. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ വന്നിരിക്കുന്ന സിസ്റ്റങ്ങളെ പൊളിക്കാൻ വേണ്ടിയാ. എനിക്കറിയത്തില്ല, ഞാൻ പറയും, ദൈവാത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന സിസ്റ്റങ്ങളല്ല ഈ പകൽ നിന്റെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. ആ സിസ്റ്റങ്ങളെ പൊളിച്ചോണ്ട് വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചു. ആ സിസ്റ്റങ്ങളെ പൊളിച്ചോണ്ട് ചില വീടുകൾക്ക് നിന്നെ കർത്താവ് സ്നേഹിക്കുന്ന ഭവനമാണെന്ന്, നിന്റെ ലൈഫിനെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് തെളിയിക്കാൻ തക്കോട് ചില സിസ്റ്റങ്ങൾക്ക് അപ്പുറമായിട്ട് നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ചിലത് ഈ 3-ാം മാസത്തിൽ ചെയ്യാൻ പോവുക. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചു ഈ ദൂതനെ നിങ്ങൾ ഏറ്റെടുക്ക്. നിങ്ങളുടെ വിഷയങ്ങളെ വാവോണ്ട് പറഞ്ഞ ആ വിഷയത്തിനകത്തോട് ഈ ദൂതനെ റിസീവ് ചെയ്യുക. ഈ പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, പുനരുത്ഥാനത്തിൽ എല്ലാവരും ഉയർക്കും. മറിയേ, ഹല്ലേലൂയ, മാർത്തേ, ഞാനിപ്പോൾ വന്നിരിക്കുന്ന അത് കാണിക്കാനല്ല. സ്തോത്രം, ഞാൻ വന്നിരിക്കുന്നതിന്റെ വീടിനകത്തിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടൊന്ന് ചെയ്യാൻ. ഇനി നീ ഉയർക്കത്തില്ലെന്ന് പറയുന്നത്, ഇനി നാറ്റം വെച്ചെന്ന് പറയുന്ന വിഷയത്തിനകത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, സൂപ്പർ നാച്ചുറൽ ആയിട്ടൊന്ന് ചെയ്യുവാൻ തക്കോട ഒരു ഷോർട്ട് പീരീഡിൽ ഒന്നുകൂടെ ഞാൻ പറയാം, നിനക്കിനി തിരിച്ച് ലഭിക്കത്തില്ലെന്ന് പറയുന്നത് ചിലത് യേശുവിന്റെ നാമത്തിൽ ചിലർക്ക് വേണ്ടി ഈ പകൽക്കാലം ഈ 3-ാം മാസത്തിൽ ദൈവം തിരിച്ചു തരാൻ പോവുക. ഇവിടം മുതൽ പരിശുദ്ധ ശക്തമായിട്ട് ഇവിടം മുതൽ ചില ലൈഫിൽ എന്തൊക്കെ തിരിവുകൾ സംഭവിക്കുന്നു. നിന്റെ വീടിനകത്ത് തിരിവുകൾ സംഭവിക്കുന്നു. നിന്നെ കുറിച്ച് ഹല്ലേലൂയ കഴിഞ്ഞ നിമിഷം വരെ ലോകം പറഞ്ഞിട്ട, ഹല്ലേലൂയ നാട്ടുകാർ പറഞ്ഞിട്ട, നിന്റെ ചാർച്ചക്കാർ പറഞ്ഞിട്ട ചില അഡ്രസ്സുകളെ ദൈവം ചേഞ്ച് ചെയ്യുന്നുകൊണ്ട് ഏതൊക്കെയോ മേഖലകൾക്കകത്തിൽ പരിശുദ്ധമായ ചില തിരിവുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ചെയ്യാൻ പോകുന്നു. തിരിവുകൾ ചിലർക്ക് വേണ്ടി ദൈവിക അതോറിറ്റികൾ വെളിപ്പെടുന്നു. ആത്മാവിനോട് പറയാൻ പറയുന്നു, ചിലർക്ക് വേണ്ടി ദൈവിക അതോറിറ്റികൾ വെളിപ്പെടുന്നു. കർത്താവിന് ഒരു ഭയങ്കര വെളിപ്പാട് കാണിക്കുന്നു. ദൈവിക അതോറിറ്റിയിൽ ഒരു ദൂതൻ ഇറങ്ങി ചിലർക്ക് വേണ്ടി ചിലത് ഹല്ലേലൂയ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നു. ദൈവിക അതോറിറ്റിയിൽ ഒരു ദൂതൻ ഇപ്പോൾ ഇറങ്ങുന്നു. ഹല്ലേലൂയ ശത്രു ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചില മേഖലകളെ ഇന്ന് പകൽക്കാലം ദൈവിക അതോറിറ്റി അങ്ങനെ എന്നോട് പറയാൻ പരിശുദ്ധം പറയുന്നു. ദൈവിക അതോറിറ്റിക്കകത്തിൽ ദൈവം ഹല്ലേലൂയ ചില ദൂതന്മാരെ ഇറക്കി ഇന്ന് പകൽക്കാലം ചിലർക്ക് വേണ്ടി ഈ പകൽ ചിലത് ഓപ്പൺ ചെയ്യുന്നു. ഭാവി മണ്ഡലത്തിനകത്തിൽ ഏതൊക്കെയോ ഓപ്പണിങ്ങുകൾ നടക്കുന്നു. പ്രാർത്ഥിച്ചോ, ഈ നിമിഷത്തിൽ പ്രാർത്ഥിച്ചോ. രാമന സിഹാരകൾ കെട്ടിയ ഇപ്പോൾ ദൈവത്തിന് ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു. അതോറിറ്റി കൊടുത്ത് റൈമന ഷുഡിയാരകൾ കെട്ടിയ അവനൊരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നാൽ അതിനെ ആർക്കും അടച്ചു കഴിയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ. ഇന്ന് പകൽക്കാലം ചിലത് തുറന്നാൽ അതിനെ അടയ്ക്കുന്നത് ആരാ? ഹല്ലേലൂയ അവൻ അടച്ചാൽ അതിനെ തുറക്കുന്നത് ആരാ? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഡാനിയൽ ഷോം ബ്രദറെ വിശ്വസിച്ചോ? ഹല്ലേലൂയ സ്തോത്രം. ചിലത്
ഇന്ന് പകൽക്കാലം വാഗ്ദത്തങ്ങളുടെ മേൽ തുറക്കാൻ പോകുന്നു. വാഗ്ദത്തങ്ങളുടെ മേൽ തുറക്കാൻ പോകുന്നു. ഭാവി മണ്ഡലങ്ങളുടെ മേൽ തുറക്കാൻ പോകുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ റമാനകക്ഷുടി വനാറകൽ കെട്ടിയ ശമാറമൽപ്പെട്ട് കനാസിയെ കർത്താവ് ഇങ്ങനെ എന്നോട് പറയുന്നു, നാളുകളായി ഹല്ലേലൂയ നിന്റെ ലൈഫിനകത്ത് നിൽക്കുന്ന ചില മാറകളെ ദൈവം ഇന്ന് പകൽക്കാലം ഉരുട്ടി മാറ്റാൻ പോകുന്നു. ഹല്ലേലൂയ. ചില ചരിത്രങ്ങൾ അവസാനിച്ചു എന്ന് പറഞ്ഞ് ശത്രു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാനുകളെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ക്യാൻസൽ ചെയ്ത് കളയാൻ പോകുന്നു. ചില ചരിത്രം അവസാനിച്ചു. യെസ്, ശത്രു ജയിച്ചു എന്ന് പറയുന്ന ചില പ്ലാനുകളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ക്യാൻസൽ ചെയ്യുന്നു. ചിലരുടെ ലൈഫിൽ നിന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഞാൻ ഈ ദൂത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഏഞ്ചൽസ് മൂവ് ചെയ്യുക ചിലർക്ക് വേണ്ടി. ദൈവത്തിന്റെ ഏഞ്ചൽസ് ചിലർക്ക് വേണ്ടി മൂവ് ചെയ്യുക. ദൈവത്തിന്റെ പ്രൊവിഷനുകൾ അറാമാന ഖീമാരഗസിയ രഗൽ കെട്ടിയാനഗഷുഡിയെ റാമന ദീപൽ പേടിക റാമനസിയ രഗൽ കെട്ടി റിബന തിബന തവന ശമന പ്രൗഢ കൽക്കട്രീമൻ ധൂരിയാനഗസിയ റെബേൽ കെട്ടി വനാംഷുഡിയ രഗൽ കെട്ടിയ നഗസ്തിയ രഗൽ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഞാൻ എന്റെ വെളിപ്പാട് കർത്താവിനെ കാണിക്കുക. അല്ലെങ്കിൽ കർത്താവിന്റെ ഭയങ്കര വെളിപ്പാട് കാണിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ആ വെളിപ്പാട് ഞാൻ ഒരു ദൂതായിട്ട് നിങ്ങളോട് പറയാം. ആ വെളിപ്പാട് നിങ്ങളൊരു ദൂതായിട്ട് പറയാം. സ്തോത്രം. ഏതൊക്കെയോ മേഖലകൾക്കകത്തിന് നെഗറ്റീവ് വാക്കുകളെ പറഞ്ഞത് മുഖാന്തരം നിങ്ങളുടെ നന്മകളെ നിങ്ങൾക്ക് തരരുതെന്ന് പറഞ്ഞു. സ്തോത്രം. ശത്രു അന്തരീക്ഷ മണ്ഡലങ്ങളിൽ തടഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിനോട് ഇങ്ങനെയാ പറയുന്നത്. സ്തോത്രം. മോനേടാ, സ്തോത്രം. ഏലിയാവ് സ്തോത്രം മതി കർത്താവേ എന്ന് പറഞ്ഞ് അവസാനിച്ച് ഇരിക്കുമ്പോൾ, സ്തോത്രം, കർത്താവിന്റെ ദൂതൻ ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ ഏലിയാവിനെ ബലപ്പെടുത്തരുത്, അവനെ ശക്തീകരിക്കരുതെന്ന് പറഞ്ഞ് വാദിക്കുന്നൊരു വാദം നിൽക്കുക. സ്തോത്രം. എന്താണെന്നറിയാം, അവന്റെ വാ കൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് വേർഡ് റിലീസ് ചെയ്തു. അപ്പോ സ്തോത്രം, ഇത് കൊടുക്കരുത്, ഇവനെ പുറത്തെടുക്കാൻ പറ്റത്തില്ല. കാര്യം അവന്റെ വാക്കുകൊണ്ട് റിലീസ് ചെയ്തിരിക്കുന്ന വേട് ഇവിടെ കിടക്കുക. സ്തോത്രം. പക്ഷെ അതിനെ മുഴുവൻ കീറി മുറിച്ചോണ്ട ദൂതൻ ഹല്ലേലൂയ സ്തോത്രം തന്റെ ഭക്തന് വേണ്ടി ഇറങ്ങുന്നത്, ആ വെല്ലുവിളികളെ മുഴുവൻ ഹല്ലേലൂയ സ്തോത്രം പൊട്ടിച്ചോണ്ട ദൈവത്തിന്റെ ദൂതൻ തന്റെ ഭക്തന് വേണ്ടി ഇറങ്ങി പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം എനിക്കറിയത്തില്ല, പരിശുദ്ധമനെ ശക്തമായിട്ട് പറയുന്നു, ഏതൊക്കെയോ മേഖലകൾക്കകത്തിൽ എനിക്കും നിനക്കും വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഏതൊക്കെയോ ഭീഷണികളെ കീറി മുറിച്ചോണ്ട് ഹല്ലേലൂയ സ്തോത്രം ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ ഹല്ലേലൂയ സ്തോത്രം അവൻ ഇരിക്കുന്നിടത്ത് ദൈവം കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ചില പ്രാർത്ഥനയുടെ മറുപടി ഇനി ഹല്ലേലൂയ ആകാശ മണ്ഡലത്തിന്റെ ശക്തികൾക്ക് തടയാൻ പറ്റാതെ വേണം. വിശ്വസിച്ചോ, ആകാശ മണ്ഡലത്തിന്റെ ശക്തികൾക്ക് തടയാൻ പറ്റാത്തത് വേണം. നിന്റെ കരത്തിലേക്ക് ഇന്ന് പകൽക്കാലം സ്വർഗം പ്രൊവൈഡ് ചെയ്യാൻ പോകുക. നിന്റെ കരത്തിലേക്ക് സ്വർഗം ഇന്ന് പകൽക്കാലം പ്രൊവൈഡ് ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചില പ്രൊവിഷനുകൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവ് ഇന്ന് പകൽക്കാലം റിലീസ് ആത്മാവിന്റെ പകൽ റിലീസ് ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചു, കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു. സ്തോത്രം. പ്രോബ്ലം കർത്താവിനൊരു വിഷയമല്ല. നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയം കർത്താവിനൊരു വിഷയമല്ല. കർത്താവ് വിഷയത്തിലേക്ക് നോക്കി ആ വിഷയത്തിൽ നിന്നെ ആശ്വസിപ്പിച്ചിട്ട് പോകാനല്ല കർത്താവ് ഇന്ന് പകൽക്കാലം വന്നിരിക്കുന്നത്. ആ വിഷയത്തിനകത്തിൽ ദൈവത്തിന്റെ മറുപടികൾ തന്ന് നിന്നെ ആശ്വസിപ്പിക്കാനാ. യെസ്, നിങ്ങൾ കേട്ടോ. നമുക്ക് വിഷയം സ്തോത്രം. ആ മോളെ പോട്ടെ കേട്ടോ, കുഴപ്പമില്ല കേട്ടോ, കാര്യങ്ങൾ നടക്കും കേട്ടോ. ഇത് കേട്ടിട്ട് പോരാ, നമുക്ക് ഒത്തിരി സന്തോഷം. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നോ. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സ്തോത്രം ദൈവത്തിന്റെ പ്രൊവിഷനുകളെ കർത്താവിനെ പ്രൊവൈഡ് ചെയ്തിട്ട് ചിലത് തെളിയിച്ച് നിന്നെ ഇന്ന് പകൽക്കാലം ദൈവം ആശ്വസിപ്പിക്കാൻ പോകുകയാണ്. ചിലത് തെളിയിച്ച് ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ ആശ്വസിപ്പിക്കാൻ പോകുകയാണ്. തെളിയിച്ച് സ്തോത്രം. നീ പറയുന്നതൊന്നും ദൈവത്തിന്റെ ഒരു വിഷയമല്ല. അല്ലെ, നീ പറയുന്ന വിഷയം നമ്മൾ വലിയ കാര്യത്തോടെ പറയുന്ന ഏലിയാവ് പറയുന്നതൊന്നും കർത്താവിന്റെ വിഷയമല്ല. ഏലിയാവ് പറയുന്ന കർത്താവേ സ്തോത്രം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കർത്താവ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനേ താല്പര്യമില്ല. കാര്യം എന്താ പറയുക, ഇത് മുഴുവൻ ശത്രു കൊണ്ടുവന്നിരിക്കുന്ന നിന്റെ മാനുഷിക മേഖലയുടെ ചിന്തകൾക്കകത്തിൽ ഉരുണ്ടു കയറി വന്നിരിക്കുന്ന അഭിപ്രായങ്ങളാണ്. സ്തോത്രം. എത്ര പേർക്ക് പിടികിട്ടി? സ്തോത്രം. ദൈവത്തിന് ഇതിനകത്ത് നിന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. ദൈവത്തിന് പറയാനുള്ളത് നിന്നോടുള്ള വാഗ്ദത്തമാണ്.
ഞാൻ കർത്താവിനോട് ചോദിക്കാം, കർത്താവ് എന്താ അങ്ങയുടെ വാഗ്ദത്തം മാത്രം പറഞ്ഞു, ഇതിനകത്ത് എന്താ ആശ്വാസം വേണ്ട? എടാ, എന്റെ വാഗ്ദത്തം നിന്റെ മേലേക്ക് വന്നാലുണ്ടല്ലോ, ഇത് മുഴുവൻ അത് പൊട്ടിച്ചു ദൂരെ കളയും. ഇത് മുഴുവൻ അത് പൊട്ടിച്ചു ദൂരെ കളയും യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, സ്തോത്രം. ഈ പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ നിനക്ക് ആശ്വസിപ്പിക്കുന്ന രണ്ട് വാക്ക് വേണോ, അതോ ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേൽ തുറന്നു വരണോ ഇന്ന് പകൽക്കാലം? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. കർത്താവിനോട് ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. ആഗാറേ സ്തോത്രം. ഇപ്പോ ദൂതൻ വന്നിട്ട് ആഗാറ് കിടന്ന് കരയുക, നിലവിളിക്കുക. നമ്മളവിടെ പ്രതീക്ഷിക്കുന്നറിയാം, ആഗാര സാരമില്ല, ഈ കുഞ്ഞിന് വേണ്ടി ദൈവം എവിടുന്നെങ്കിലും ഒരു വഴി തുറക്കും. സ്തോത്രം, നീ പേടിക്കണ്ട. സ്തോത്രം, നീ ഭാരപ്പെടാതിരിക്കുക ആഗാർ. ഇതാ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ദൂതൻ വന്നിട്ട് അങ്ങനല്ല പറയുന്നത്. ദൂതൻ വന്നിട്ട്, ഇത് മാനുഷിക വാക്ക്, ഇത് മാനുഷിക വാക്ക്. ദൂതൻ വന്നിട്ട് അങ്ങനല്ല പറയുന്നത്. ദൂതൻ വന്നിട്ട് പറയുന്നത്, ഹാഗാറെ നിനക്കെന്താ? സ്തോത്രം. നമ്മുടെ ഭാഷയെ പറഞ്ഞ നിനക്കെന്താ? സ്തോത്രം. നീ എന്തിനായി കടന്ന് കരയുന്നത്? നമ്മുടെ ഭാഷയെ പറഞ്ഞ നീ എന്തിനായി കടന്ന് അലച്ചു കൂവുന്നത്? സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാല്, നിനക്ക് ദൈവത്തെ അറിയത്തില്ലേ? സ്തോത്രം. നിനക്ക് ദൈവത്തെ അറിയില്ലയോ? യേശുവിന്റെ നാമത്തില് നിനക്ക് ദൈവത്തെ അറിയില്ലയോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധമ ശക്തമായിട്ട് ഒരു ദൂത് കൈമാറുന്നു. നിനക്ക് ദൈവത്തെ അറിയത്തില്ലയോ? ഇന്ന് പകൽക്കാലം കർത്താവ് ശക്തമായിട്ട് പറയുന്നു. ചില വിഷയങ്ങൾക്കകത്തില് പരിശുദ്ധമ ശക്തമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യഹോവയെ കാത്തിരിക്കും എന്ന് പറയുന്ന പകൽക്കാലം ശക്തിയെ പുതുക്കാൻ പോകുക. അവർ കഴുകന്മാരെ പോലെ ഇന്ന് പകൽക്കാലം ചിറകടിച്ച് കയറുന്ന ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ചിറകടിച്ച് കയറുന്ന ഹല്ലേലൂയ സ്തോത്രം. യഹോവ നിത്യ ദൈവം, യഹോവ നിത്യ ദൈവമാ, യഹോവ നിത്യ ദൈവം. ഇന്ന് പകൽ വിശ്വസിക്കുക, അവൻ നിത്യ ദൈവമാ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവന്റെ ശക്തി അപ്രമേയമാ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ ക്ഷീണിക്കുന്ന ദൈവമല്ല, നീ ക്ഷീണിക്കും. അവൻ ക്ഷീണിക്കുന്ന ദൈവമല്ല. യേശുവിന്റെ നാമത്തിൽ നീ ക്ഷീണിക്കും, അവൻ ക്ഷീണിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുന്ന ആരോടോ ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുന്നു, നീ ക്ഷീണിക്കും. അവൻ ക്ഷീണിക്കുന്ന ദൈവമല്ല, അവന്റെ ശക്തി അപ്രമേയമത്രേ. അവന്റെ ശക്തി അപ്രമേയമത്രേ. അവന്റെ ബലം അപ്രമേയത്രേ. ഈ പകൽക്കാലം വിശ്വസിച്ചോ? ക്ഷീണിച്ചിരിക്കുന്ന ആർക്കൊക്കെ അവൻ ഇന്ന് പകൽക്കാലം ശക്തി നൽകാൻ പോകുന്നു. സ്തോത്രം. കർത്താവ് ശക്തമായിട്ട് പറയുന്നു, നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യ ദൈവം. സ്തോത്രം. അവൻ ബലമില്ലാത്തവന് ബലം നൽകുന്നു, അവൻ ശക്തിയില്ലാത്തവന് ശക്തി നൽകുന്നു. ക്ഷീണിച്ചിരിക്കുന്നവനും ശക്തിപ്പെടുത്തുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം ക്ഷീണിച്ചിരിക്കുന്ന ആരോടോ പരിശുദ്ധ അവൻ ശക്തമായിട്ട് പറയുന്നു, ക്ഷീണിച്ചിരിക്കുന്ന നിനക്ക് അവൻ ശക്തി നൽകാൻ പോകും ഇന്ന് പകൽക്കാലം. സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. തിരുവചനം പറയുന്നു, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ഇന്ന് പകൽക്കാലം അടുത്തൊരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ കഴിയാതെ സ്തോത്രം ഭാരപ്പെട്ട് നിൽക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു ദീർഘദൂര യാത്ര വന്നപ്പോൾ ഏലിയാവിനെ ദൂതൻ കൊടുത്ത ഹല്ലേലൂയ സ്തോത്രം അടയ്ക്കും വെള്ളത്തിന് സാധിച്ചെങ്കിൽ ഈ പകൽക്കാലം നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനത്തിന്റെ ശക്തി നിന്നെ അടുത്ത ദൗത്യങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോകാൻ പോവുക. അടുത്ത ദൗത്യങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ അടുത്ത ദൗത്യങ്ങളിലേക്ക്, നിന്റെ തലമുറകളെ അടുത്ത ദൗത്യങ്ങളിലേക്ക് ഈ പകൽക്കാലം ആത്മാവ് ശക്തമായിട്ട് പറയുന്നു. എവിടെ സ്റ്റക്കായി കിടക്കുന്ന ചിലരെ ഈ പകൽക്കാലം ആത്മാവ് സ്വതന്ത്രമാക്കാൻ പോകുക. സ്റ്റക്കായി കിടക്കുന്ന ആരൊക്കെയോ ഈ പകൽക്കാലം ആത്മാവിന്റെ ശക്തിയിൽ ഫ്രീ ആകാൻ പോവുക. നീ ഭയങ്കര ഒരു പ്രൊവിഷനുമായിട്ട് കണക്ട് ആകാൻ പോവുക. ഈ പകൽ ഭയങ്കരമായിട്ട് ദൈവാത്മാവ് പറയുന്നു, ചില പ്രൊവിഷനുമായിട്ട് ചിലർ കണക്ട് ആകാൻ പോകുന്നു. ചില പ്രൊവിഷനുകളുമായിട്ട് ചിലർ കണക്ട് ആകാൻ പോകുന്നു. വിശ്വസിച്ചോ? ചില പ്രൊവിഷനുകളുമായിട്ട് ചിലർ കണക്ട് ആകാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ റാമാനാസി ഹത്തരാജകക്ഷുടിയ റാബാനാസി ഹന്തലാജകൾ കെട്ടിയ റീമനാദികൾ കെട്ടിയ ശമാനവൽ പൊട്ടി ക്രമാനഗസിയ രകൾ കെട്ടിയ റമനസിയ രകൾ കെട്ടിയ ഷാബാനബൽസിയ. കർത്താവിനോട് പറയുന്നു, കാറ്റ് കാണുകയില്ല നീ,
ഹല്ലേലൂയ സ്തോത്രം. കോള് കാണത്തില്ല, പക്ഷേ ഹല്ലേലൂയ ഈ താഴ്വരയിൽ അനേക കുഴികളെ നീ കുത്തിക്കോ. ഇതിനകത്തിൽ ഹല്ലേലൂയ വെള്ളം കൊണ്ട് നിറയാൻ പോവുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ പ്രൊവിഷനുകൾ ഹല്ലേലൂയ ദൈവം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പോവുക. കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, നീ കുഴിച്ചിരിക്കുന്ന കുഴികൾക്കകത്തിൽ ദൈവത്തിന്റെ പ്രൊവിഷനുകളെ ദൈവം പ്രൊവൈഡ് ചെയ്യാൻ പോവുക. ദൈവം പ്രൊവൈഡ് ചെയ്യാൻ പോവുക. ദൈവം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആർക്കൊക്കെയോ വേണ്ടി ദൈവത്തിന്റെ പ്രൊവിഷനുകളെ ദൈവം പ്രൊവൈഡ് ചെയ്യാൻ പോവുക. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓ സോഫിയ സെബാസ്റ്റ്യൻ സിസ്റ്ററെ വിശ്വസിച്ചു. ദൈവത്തിന്റെ പ്രൊവിഷനുകൾ ചില മേഖലകൾക്കകത്തിൽ ദൈവം പ്രൊവൈഡ് ചെയ്ത് തരാൻ പോകുന്നു. ദൈവത്തിന്റെ പ്രൊവിഷനുകൾ സ്തോത്രം ദൈവം പ്രൊവൈഡ് ചെയ്ത് തരാൻ പോകുന്നു. അല്ലെങ്കിൽ ദൈവം ചില മേഖലകളിൽ പ്രൊവൈഡറായി മാറാൻ പോകുന്നു. ദൈവം ചില മേഖലകളിൽ പ്രൊവൈഡർ ആകാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ റമാനഗസിയ രഗൽ കെട്ടിയ റീമന സിയ രഗക്ഷുടിയ രഗൽ കെട്ടിയ ദൈവം പ്രൊവൈഡറായി മാറാൻ പോകുന്നു. ദൈവം പ്രൊവൈഡറായി മാറിയാൽ ഹല്ലേലൂയ സ്തോത്രം, നീ ചിന്തിക്കാത്ത വഴികൾ അതിനകത്ത് തുറന്നു വരാൻ പോകുന്നത്. നീ ചിന്തിക്കാത്ത വഴികളാ. ഹല്ലേലൂയ. ഇനി അടുത്തൊരു കാര്യം കൂടെ പറയാം. ഹല്ലേലൂയ. നീ ചിന്തിക്കാത്ത നിലവാരത്തിലാണ് അത് സംഭവിക്കാൻ പോകുന്നത്. ഇനിയും നീ ചിന്തിക്കുന്ന സമയങ്ങൾ അതിനെടുക്കത്തില്ല. നീ ചിന്തിക്കുന്ന സമയങ്ങൾ എടുക്കത്തില്ല. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായിട്ട് പറയുന്നു, നീ ചിന്തിക്കുന്ന സമയങ്ങൾ എടുക്കാതെ ഹല്ലേലൂയ ചിലത് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ചിലർക്ക് വേണ്ടി ശക്തമായിട്ട് ചെയ്യാൻ പോവുക. ശക്തമായിട്ട് ചെയ്യാൻ പോവുക. ചിന്തിക്കാത്ത സമയങ്ങൾ പെട്ടെന്ന് ചിലർ ടൈം വെളിപ്പെട്ട് വരാൻ പോവുക. പെട്ടെന്ന് ചിലരുടെ സമയം ഈ 3-ാം മാസത്തിൽ വെളിപ്പെട്ട് വരാൻ പോവുക. സമയങ്ങൾ നിന്റെ ടൈം വെളിപ്പെട്ട് വരാൻ പോവുക. നിന്റെ സമയം വെളിപ്പെട്ട് വരാൻ പോവുക. വിശ്വസിച്ചോ? ഞാൻ ഈ ദൂതിലോട്ട് കയറാൻ പോകും. നിന്റെ സമയം വെളിപ്പെട്ട് വരാൻ പോവുക. നിന്റെ സമയം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിന്റെ ടൈം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ടൈം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. സ്തോത്രം. യെസ്, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ ടൈം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. സ്തോത്രം. പിന്നെ സിസ്റ്റർ ഇന്ന് വിശ്വസിച്ചോ? ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ? അന്ത്യകാലഘട്ടത്തിന്റെ ഹല്ലേലൂയ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ മിനിസ്ട്രിയെ ദൈവം മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളൊരു ദൂത് ശക്തമായിട്ട് കൈമാറുന്നു. സ്തോത്രം. ഈ മിനിസ്ട്രിയുടെ ഒരു സീസൺ ഈ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടുവരാൻ പോകുന്നെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ. പല മേഖലകളിലും പല ഒറ്റപ്പെടലുകളും സ്തോത്രം ഹല്ലേലൂയ ചില ചെറുത്തുനിൽപ്പുകളുടെയൊക്കെ ഒരു ബാക്കി പത്രമായിട്ട് ആ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒത്തിരി മേഖലകൾ ഒറ്റപ്പെടലുകൾ ഫീൽ ചെയ്യുന്ന ജീവിതത്തിന്റെ പല മേഖലകളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് ശക്തമായിട്ട് പറയുന്നു, ഭയപ്പെടണ്ട, ഉറച്ചു നിന്നോ. സ്തോത്രം. കർത്താവ് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളത്തക്ക നിലവാരത്തിൽ കർത്താവ് ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറയുന്നു, ചിലതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിച്ചതും ചില മേഖലകളിലേക്ക് ചോദിച്ചതിലും നനച്ചതിലും അപ്പുറമായി കൊണ്ടുവന്ന് നിർത്തിയതും ചില വാഗ്ദത്തങ്ങളെ കാണിക്കുവാനും ചില ദൈവപ്രവർത്തികൾക്ക് കൂട്ടവകാശിയായി തീരുവാനുമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. റീഖാമന സിയാരകൾ കെട്ടിയ ഷമാനബൽ പെട്ടി ക്രമാസിയാരകൾ കെട്ടിയ റീബൽ പെട്ടിയ സിയ കർത്താവ് ഇങ്ങനെ എന്നോട് പറയാൻ പറയുന്നു. സ്തോത്രം. മുമ്പുള്ളവയൊന്നും ഓർക്കണ്ട, പണ്ടുള്ളവയൊന്നും നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അത് ഇന്നു മുതൽ ഉത്ഭവിച്ചു വരാൻ പോകുന്ന 2026 ഹല്ലേലൂയ സ്തോത്രം 3-ാം മാസം മുതൽ 6-ാം മാസം വരെ എന്തൊക്കെയോ പുതിയത് ചില ദൈവം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിടെ പരിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്തോത്രം ഹല്ലേലൂയ പിതാവാം ദൈവം പറഞ്ഞു, ഉളവാകട്ടെ. സൃഷ്ടിപ്പ് നടക്കിയ കർത്താവിനോട് പറയുന്നു, ഈ 3-ാം മാസം മുതൽ 6-ാം മാസം വരെ എന്തൊക്കെയോ പുതിയത് ദൈവം ചെയ്യാൻ പോകുന്നെന്നും അങ്ങനെ ഒരു സീസൺ ആയിരിക്കുമെന്നും അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചോളാനും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഇരുട്ടിന്റെ ശക്തികൾ കൊതുക്കാൻ പറ്റാത്തതുപോലെ അല്ലെങ്കിൽ എവിടൊക്കെ ഇരുട്ട് കയറി കിടക്കുന്ന ചില മേഖലയുടെ നടുവില് സ്തോത്രം ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. കർത്താവിനോട് പറയുന്നു, 3-ാം മാസം മുതൽ 6-ാം മാസം വരെ ഹല്ലേലൂയ കർത്താവ് ഇങ്ങനെ എന്നോട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർപിരിച്ചു. രണ്ടുകൂടി ഇനി മിക്സ് ചെയ്ത് കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഏതെല്ലാം
മേഖലകൾ ഇരുട്ട് കയറി കിടപ്പുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. വെളിച്ചത്തിലാണ് നിൽക്കുന്നത്, പക്ഷെ ഏതൊക്കെയോ മേഖലകൾക്കകത്ത് ഇരുട്ട് കയറി കിടക്കുന്നിടത്തെല്ലാം ദൈവത്തിന് ആത്മ പറയുന്നു, ഓരോ മേഖലകൾക്കകത്തില് വെളിച്ചത്തെ ദൈവം പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു, വെളിച്ചത്തെ ദൈവം പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. സ്തോത്രം. ഇതിനെ രണ്ടിനെ ദൈവം വേർതിരിക്കാൻ പോകുന്നു, ദൈവം വേർതിരിക്കാൻ പോകുന്നു. ഇരുട്ടിന്റെ സ്ഥാനത്തോട്ട് മാറട്ടെ. വെളിച്ചമുള്ളവർക്ക് ഇരുട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ഒരു വെളിച്ചമായിട്ട് നിർത്തുവാൻ തക്കാണ് കർത്താവ് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയാണെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു, ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. യെസ്, സ്തോത്രം. ഹല്ലേലൂയ. റമാനകഷുടി അനകാലകട്ടി അനഗസ്ത്യ. കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊക്കെ സാധിക്കുമോ? ഹല്ലേലൂയ സ്തോത്രം. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഹല്ലേലൂയ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? റമാനസ്യ റബൽപുടിയ റബഷുടിയ. കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ഹല്ലേലൂയ, അങ്ങനെ വരുന്ന ചിന്തകളെല്ലാം ഈ ദിവസങ്ങളെ മാറ്റിക്കോ. റമാനകഷുടിയ റബൽപുടി. ഞാൻ അതിനെ ശക്തീകരിക്കുന്ന ദൈവം, ഞാൻ അതിനെ ബലപ്പെടുത്തുന്ന ദൈവം. റീമന സിയാൽ കെട്ടി. കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ചിലതിനെ നീ വിവേചിക്കും, ചിലതിനെ നീ വിവേചിക്കും, ചിലതിനെ നീ വിവേചിക്കും. റാമ. കർത്താവ് ഒരു വിവേചനത്തിന്റെ അധികാരം നിനക്ക് തരികയാണ്, വിവേചനത്തിന്റെ അധികാരത്തെ. ഹല്ലേലൂയ. ഈ മിനിസ്ട്രിയിലേക്ക് പോലും ഹല്ലേലൂയ ആരെ ശുശ്രൂഷിക്കണമെന്ന്, ആരെ ശുശ്രൂഷിപ്പിക്കണമെന്നുള്ള ഹല്ലേലൂയ വിവേചന അധികാരത്തെ ദൈവം തരാൻ പോകുക. ആ വിവേചന അധികാരത്തെ റമാനഗസ്യ. എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം നീയുമായിട്ട് കണക്റ്റഡ് ആവത്തില്ല, എല്ലാവരും നീയുമായിട്ട് കണക്റ്റഡ് ആവത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവഹിതമുള്ളത് മാത്രമേ കണക്ട് ആവത്തുള്ളൂ, ആത്മാവിനാൽ നടത്തപ്പെടുന്നത് മാത്രമേ കണക്ട് ആവത്തുള്ളൂ. കർത്താവിനോട് ശക്തമായിട്ട് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, വെളിച്ചവും ഇരുട്ടും തമ്മിൽ വേർപിരിയുന്നത് പോലെ അല്പമെങ്കിലും ഇരുട്ടുള്ളത് നീയുമായിട്ട് കണക്ട് ആവാതാണ് ദൈവം വേർതിരിക്കുന്ന ഒരു സീസൺ. ഹല്ലേലൂയ. അടുത്ത 3 മാസത്തിനുള്ളിൽ ദൈവം ആരംഭിക്കാൻ പോകുക. റമ. അതൊരു ഷിഫ്റ്റിംഗ് ആയി മാറാൻ പോകുന്നത്, അതൊരു ഷിഫ്റ്റിംഗ്, ഇതൊരു പ്രോസസ്സാണ്. അടുത്ത 3 മാസം അടുത്തത് ഹല്ലേലൂയ ഒരു ഷിഫ്റ്റിംഗ് ആയി മാറാൻ പോകുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെടുന്നു. വിശ്വസിച്ചോ? റമാ നഗത്സിയ ലെഗട്ടിയ നെഗച്ചുടിയ ലേഖൽ കെട്ടി പ്രബടകതയെ മുഖച്ഛായ മാറ്റുന്നത് പോലെ കർത്താവ് പറയുന്നു, മുഖച്ഛായ മാറ്റുന്നത് പോലെ. മുഖച്ഛായ അടുത്തൊരു ഫേസ് വെളിപ്പെടാൻ പോകുന്നത്, അടുത്തൊരു ഫേസ് വെളിപ്പെടാൻ പോകുന്നത് ആത്മാവിനോട് ശക്തമായിട്ട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ഇന്നുവരെ വെളിപ്പെട്ട ഒരു ഫേസ് അല്ല, അങ്ങനെ എന്നോട് ഭർത്താവ് പറയാൻ പറയുന്നു, ഇന്നുവരെ വെളിപ്പെട്ട ഒരു ഫേസ് അല്ല, അടുത്തൊരു ഫേസ് ഈ മിനിസ്ട്രിക്ക് വെളിപ്പെടാൻ പോകുന്നു, നിങ്ങൾക്ക് വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഓടിയതുപോലെ ഓടുവാനല്ല. ഓ സ്തോത്രം. ഹല്ലേലൂയ. ചിലർക്ക് പിടിക്കാൻ കഴിയാത്തത് കേറി പിടിക്കാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഒന്നുകൂടെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഏലിയാവിന്റെ കൂടെ നിന്ന് ഒത്തിരി പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു, പക്ഷെ അവർക്കാർക്കും പിടിക്കാൻ പറ്റാത്തതൊന്ന് ഏലിശയ്ക്ക് പിടിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ കാഴ്ചപ്പാട് വേറൊരു കാഴ്ചപ്പാടാ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, വേറൊരു കാഴ്ചപ്പാട്. സ്തോത്രം. എന്റെ ദാസനായ കാലേബ് അവൻ വേറൊരു സ്വഭാവമുള്ളവനാ. വ്യത്യസ്തത. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ചില വ്യത്യസ്തതകൾ വെളിപ്പെട്ടു വരാൻ പോകുന്നു. റാമാനഗഷു ഈ 2026 ചില വ്യത്യസ്തതകൾ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, ചിലതിന് അടിസ്ഥാനമിട്ട് പണിയത്തക്ക നിലവാരത്തിന്, ഹല്ലേലൂയ സ്തോത്രം. അടിസ്ഥാനമിട്ട് പണിയത്തക്ക നിലവാരത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഇങ്ങനെ എന്നോട് പറയുന്നു, പാറമേൽ അടിസ്ഥാനമിട്ട് ഹല്ലേലൂയ സ്തോത്രം പണിയുന്ന വീട് പോലെ, ആഴെ കുഴിയെടുത്ത് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നത് പോലെ. ഹല്ലേലൂയ സ്തോത്രം. ചില പണികൾ നടക്കാൻ പോകുക. അതിന്റെ മേൽ കാറ്റടിച്ചു. ഹല്ലേലൂയ. വൻമഴ ചൊരിഞ്ഞു. ഇതിനൊന്നും അതിനെ തകർക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്നറിയോ? ആ വീട് ആഴത്തിൽ ഹല്ലേലൂയ കുഴിയെടുത്ത് പാറമേൽ അടിസ്ഥാനമിട്ടതാ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു ദൂത് പറയുന്നു. ഒത്തിരി പേർ മണലിൽ മേൽ അടിസ്ഥാനമിട്ട് മിനിസ്ട്രി പണിഞ്ഞ് മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മ പറയുന്നു, ഞാൻ നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പലതും പാറമേൽ അടിസ്ഥാനമിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിന്റെ കൂടെ വരുന്നതിനെ നീ പാറമേൽ അടിസ്ഥാനമിട്ട് ഉറപ്പിക്കും. അല്ലെങ്കിൽ പലതും മണ്ണിന്റെ മേൽ അടിസ്ഥാനമിട്ടു, പക്ഷേ ഹല്ലേലൂയ അത് പലതും പൊളിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, പലതും ഹല്ലേലൂയ മണ്ണിന്മേൽ അടിസ്ഥാനമിട്ടത് പൊളിയുമ്പോൾ നീ മണ്ണിന്മേൽ അടിസ്ഥാനം അല്ലിടുന്നത് പാറമേൽ അടിസ്ഥാനമിടുന്നു. പാറമേൽ. യെസ്. ഓ സ്തോത്രം. ഹാൽക്കി ട്രീമന ഷീബന റബൽ കെട്ടിയ റേഖാമനസിയ റബൽ പെട്ടിയ റബരഷുടി ഖന്തലേദികൾ കെട്ടിയ ഷാവാനബദി ബൽപെട്ടികന സിയാരകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ റമനസിയ രകൾ കെട്ടിയ പ്രഭാനഗസ്യ ഓ റിമനസ്യ രകൾ കെട്ടിയ റമിനിയ റബൽ പെട്ടിയ രഗസ്യ രഗഷുടിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിലത് നിങ്ങൾ തിരിച്ചെടുക്കാൻ പോകുക, ചിലത് തിരിച്ചു പിടിക്കാൻ പോകുക.
ചിലത് തിരിച്ചു പിടിക്കാൻ പോവുക, ചിലത് തിരിച്ചു പിടിക്കാൻ പോവുക. യെസ്, സ്തോത്രം, ഹല്ലേലൂയ. ചിലത് തിരിച്ചു പിടിക്കാൻ പോവുക, ചിലത് തിരിച്ചു പിടിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തില് വിശ്വസിച്ച് ചിലത് തിരിച്ചു പിടിക്കാൻ പോവുക, തിരിച്ചു പിടിക്കാൻ പോവുക. സ്തോത്രം, ഹല്ലേലൂയ. തിരിച്ചു പിടിക്കാൻ പോവുക, തിരിച്ചു പിടിക്കാൻ പോവുക. സ്തോത്രം. സിസ്റ്ററെ, കർത്താവിന്റെ ആത്മാവിനോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇടപെടുന്നു. സ്തോത്രം. ഇങ്ങനെ കർത്താവിനോട് പറയുന്നു, മറിയെടുക്കല് ദൂതൻ വന്നിട്ട് പറയുന്നു, സ്തോത്രം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. സ്തോത്രം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാൻ പോവുക. സ്തോത്രം. അവന് യേശു എന്ന് പേരിടണം. ദൂത് മൊത്തം വന്നു. പക്ഷേ ഈ ദൂത് വന്നു കഴിഞ്ഞപ്പോൾ മറി ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഒറ്റ കാര്യം, പരിശുദ്ധാത്മാവിനെ സംഭവിക്കും. നിങ്ങളുടെ വിഷയവും പരിശുദ്ധാത്മാവാ, നിങ്ങളുടെ വിഷയവും പരിശുദ്ധാത്മാവാ. സ്തോത്രം. ദൈവശക്തിയാ, പരിശുദ്ധാത്മാവും ദൈവശക്തിയാ. ഇത് കേട്ടപ്പോ മറിയ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് സംഭവിക്കട്ടെ. ആ ദൂത് പിടിച്ചുകൊണ്ട് അങ്ങ് ഏറ്റെടുക്കുക. പിന്നെ സ്തോത്രം, നാട്ടുകാരന്റെ പുറകിലും വീട്ടുകാരന്റെ പുറകിലും ഒന്നും പോയില്ല. സ്തോത്രം. ജീവിത സാഹചര്യത്തിന് അത് എന്ത് സംഭവിക്കുന്നു മുമ്പോ പിമ്പോ മറിയ നോക്കിയില്ല. ലോകാപവാദമോ ലോകം പറയുന്ന ഒന്നും അവിടെ വിഷയമല്ല. ദൈവത്തിന് ആ ദൂതനെ ശിരസ വഹിക്കുക. ആരോടും അഭിപ്രായം ചോദിക്കാൻ പോയില്ല. അടുത്തത്, പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് മുഴുവൻ സ്വർഗമാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, അതേപോലെ അനുസരിച്ച് നിന്നോ. കർത്താവിന്റെ ആത്മ പറയുന്നു, പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് മുഴുവൻ സ്വർഗമാണ്. സ്തോത്രം. ദൈവത്തിന് ആത്മാവ് ദൂതിന് ആമേൻ പറഞ്ഞപ്പോ പിന്നെ യോസഫിനെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടത് സ്തോത്രം മറിയുടെ ഉത്തരവാദിത്വം അല്ല, ദൈവത്തിന്റെ ഉത്തരവാദിത്വം. കാര്യം അവൾ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതിനകത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ. ഇനി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് മുഴുവൻ ഹോളി സ്പിരിറ്റാണ്. ആരെ എന്ത് കൺവിൻസ് ചെയ്യിപ്പിക്കണോ തീരുമാനിക്കുന്നത് നിങ്ങളല്ല, ഹോളി സ്പിരിറ്റാ, പരിശുദ്ധാത്മാവ് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത്. സ്തോത്രം. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാ. സ്തോത്രം. അല്ലേ? ഇതിന്റെ ഉടമസ്ഥൻ ആരാ? കേട്ടോ, ഞാൻ ഈ പറയുന്ന മുഴുവൻ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചോദ്യം, ഇതിന്റെ ഉടമസ്ഥൻ ആരാ? ഇത് ആരുടെ ഹിതപ്രകാരമാ? ഇത് ആരധികാരം കൊടുത്തു? ഇതെല്ലാം ഇനി തീരുമാനിക്കുന്നത് തെളിയിക്കുന്നത് പരിശുദ്ധാത്മാവാ. കർത്താവ് ഇങ്ങനെ പറയും, നിന്റെ മുമ്പിൽ വരുന്ന മുഴുവൻ ചോദ്യങ്ങളെയും നീ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൈമാറിക്കോ. തെളിയിക്കുന്ന ദൈവമാണ്, തെളിയിക്കുന്ന ദൈവമാണ്. ഈ ദിവസങ്ങൾ ദൈവം തെളിയിക്കുന്ന ഒരു സീസൺ, തെളിയിക്കുന്ന ഒരു സീസൺ. ഹല്ലേലൂയ. മറിയുടെ വിഷയമേ അല്ല, ഹല്ലേലൂയ, സ്തോത്രം, തെളിയിക്കുന്ന ദൈവത്തിന്റെ വിഷയം. മറിയുടെ വിഷയം ഒറ്റ വിഷയമുള്ളൂ, റിസീവ്ഡ് ദ അനോയിന്റിങ്. ഹല്ലേലൂയ. ദൈവ ശബ്ദത്തെ ഹല്ലേലൂയ ഒരു പൊട്ടനെ പോലെ സ്വീകരിക്കുക. അതിനകത്ത് ലോകം എന്തു പറയുന്നു എന്നുള്ളത് അവിടെ വിഷയമേ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോ കെയർ. ഹല്ലേലൂയ, സ്തോത്രം, അവിടെ വിഷയമല്ല. ഹല്ലേലൂയ. അപ്പോൾ തന്നെ എനിക്കറിയത്തില്ല, ദൂതൻ ഇടപെടേണ്ടടങ്ങൾ ഇടപെടുക. എനിക്കറിയത്തില്ല സിസ്റ്റർ, ഇന്ന് പകൽ ഈ ദൂതനെ വിശ്വസിച്ചു. നിങ്ങൾ വിശ്വസിച്ച് ദൂതനെ ഏറ്റെടുക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മ പറയുന്നു, അവിടെ ദൂതനെ എവിടൊക്കെ ഇടപെടണോ അവിടെ എല്ലാം ദൂതനെ ഇടപെടുക. സ്തോത്രം. അടുത്തൊരു കാര്യം പറയും ദൈവാത്മാവ്, അടുത്തൊരു കാര്യം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, പോയ മറിയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, എലിശബത്തിന്റെ ഇടുക്കിലേക്ക് ചെന്ന് എലിശബത്തിന്റെ കാതിൽ ഒറ്റ വാക്ക് മറിയുടെ വീണതയുള്ളൂ, പിള്ള ഉള്ളിൽ തുള്ളി എന്ന് പറഞ്ഞാൽ എലിശബത്തിന് മനസ്സിലായി ഇവിടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്തോ, ഇവൾ കൈകാര്യം ചെയ്യുന്ന നിയോഗം എന്താണെന്ന്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തെളിയിക്കുന്ന ചില അഭിഷേകം, തെളിയിക്കുന്ന ചില അഭിഷേകം. അല്ലെ, ഒറ്റ വാക്ക് പോകുമ്പോൾ തന്നെ ഹല്ലേലൂയ, സ്തോത്രം. ഇന്നലകൾ എല്ലാവർക്കും മറിയെ അറിയാം, പക്ഷേ ഹല്ലേലൂയ മറിയുടെ ഉള്ളത്തിൽ കിടക്കുന്നത്, അവിടെ ഉള്ളിൽ കിടക്കുന്ന എന്താണെന്ന് പുറത്തേക്ക് വരുന്ന വാക്കിനകത്ത് വെളിപ്പെടുന്ന ശക്തിക്കകത്തിൽ സ്വർഗം തെളിയിക്കുക. കേൾക്കുന്നവൻ ഉള്ളിൽ ചലനമുണ്ടാകിയ, ഉള്ളിൽ ചലനമുണ്ടാകിയ റബാനകശ്ശുടി ഹന്തലാതകൾ കെട്ടിയ. സ്തോത്രം, സ്തോത്രം. വിശ്വസിച്ചോ യേശുവിന്റെ നാമത്തിൽ ഉള്ളിൽ ചലനമുണ്ടാകിയ, ഉള്ളിൽ ചലനമുണ്ടാകിയ, ഉള്ളിൽ ചലനമുണ്ടാകിയ. സ്തോത്രം, ഹല്ലേലൂയ. ഉള്ളിൽ ചലനമുണ്ടാകിയ യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. ഞാനിന്ന് പകൽക്കാലം ഹല്ലേലൂയ ബിനു സിസ്റ്ററെ വിശ്വസിച്ചു ഒരു ദൂത് ഞാൻ പറയാം. ഹല്ലേലൂയ. ഈ ദൂത് ഇങ്ങനെ കയറി വന്നതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു വിശ്വാസിയായിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു, നിനക്കൊരു പ്രശ്നം വരുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ ഒത്തിരി സഹോദരങ്ങൾ കടന്നു വരും, ഒത്തിരി സഹോദരങ്ങൾ കടന്നു വരും. അവര് നിന്നെ തട്ടിയിട്ട് പറയും, സാരമില്ല സിസ്റ്റർ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്, ധൈര്യമായിട്ടിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക. ഈ വാക്കൊക്കെ പറയാം. നമുക്ക് ഫിസിക്കലി ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ജഡത്തിന് ഇതൊരു സുഖമാണ്. ആ, എന്റെ കൂടെ ഇഷ്ടം പോലെ ആൾക്കാർ, ജഡത്തിനൊരു സുഖമാണ്. ഞാൻ ചോദിക്കുന്നത്, നിന്റെ ആത്മാവിന് സുഖമായോ? ഇന്ന് പകൽക്കാലം ജഡത്തെ സുഖിപ്പിക്കുന്ന വാക്കല്ല നമുക്ക് വേണ്ടത്,
നിന്റെ ആത്മാവിനെ അകത്തെ തൊട്ട് ബലപ്പെടുത്തി നിന്നെ ആത്മാവിൽ അവിടുന്ന് എഴുന്നേൽപ്പിക്കത്തക്ക നിലവാരത്തിൽ. സ്തോത്രം. ആ വാക്ക് നിന്റെ ആത്മാവിനെ ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്ന ചില വാക്കുകൾ ഇന്ന് പകൽക്കാലം ബിനുസിസ്റ്റർ വിശ്വസിക്കുക. അങ്ങനെ ചില ദൈവിക അധികാരത്തെ ദൈവം കൈമാറുക. ക്ഷീണിച്ചു മാറി ഒളിച്ചിരിക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം, എലിശബത്ത് മറിയയുടെ വന്ദന സ്വരം കേട്ടപ്പോൾ ധൈര്യമായിട്ട് ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. ഓ, ഇന്ന് പകൽക്കാലം അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ചിലതിന്റെ അകത്തളങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിച്ച് ചാടി എഴുന്നേൽപ്പിക്കത്തക്ക നിലവാരത്തിൽ, അല്ലെങ്കിൽ ധൈര്യപ്പെടുത്തത്തക്ക നിലവാരത്തിൽ. ഇവിടെ ആത്മാവിൽ ധൈര്യം വരണം, ആത്മാവിൽ ധൈര്യം വരണം. നിന്റെ അകത്തെ മനുഷ്യൻ ധൈര്യപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെ അകത്തെ മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്ന ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്റെ അകത്തെ മനുഷ്യൻ ധൈര്യപ്പെടത്തക്ക നിലവാരത്തിൽ ഈ പകൽക്കാലം പറയാം, എന്റെ പുറത്തെ മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്ന അല്ല എനിക്ക് വേണ്ടത്, അത് താൽക്കാലികം, അത് ക്ഷണികമാ. പക്ഷെ എന്റെ അകത്തെ മനുഷ്യൻ ധൈര്യപ്പെട്ടാലുണ്ടല്ലോ, ഞാൻ അടുത്ത ദീർഘദൂര യാത്ര ആത്മാവിൽ ചെയ്യാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഏതൊക്കെയോ മാനസിക മേഖലകളെ ക്ഷീണിപ്പിച്ച് ഹല്ലേലൂയ ഒതുക്കിയിട്ടിരിക്കുന്ന മേഖലയ്ക്കകത്ത് ഇന്ന് പകൽക്കാലം നീ പറ, എന്റെ അകത്തെ മനുഷ്യൻ ഇന്ന് പകൽക്കാലം ശക്തിപ്പെട്ട് അടുത്ത ചില ദൗത്യങ്ങളിലേക്ക് ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. നിന്റെ അകത്തെ മനുഷ്യൻ ധൈര്യപ്പെട്ടാൽ, നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുത്താൽ, നിന്റെ പുറത്തെ ജഡിക മനുഷ്യനെതിരെ പോരാടുന്ന പൈശാചിക സ്ട്രാറ്റജികൾ ഇന്ന് പകൽക്കാലം പൊളിഞ്ഞു മാറാൻ പോവുക. സ്തോത്രം, 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 യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഇന്ന് പകൽക്കാലം ദൈവം തട്ടി ബലപ്പെടുത്താൻ പോകുക. ഓ സ്തോത്രം. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാലുണ്ടല്ലോ, നീ ദീർഘദൂര യാത്ര ചെയ്യാൻ പോകുക, ദീർഘദൂര യാത്ര. സ്തോത്രം, 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 സ്തോത്രം. റാബ ഷൂഡി മനാ റഗൽ കെട്ടിയ നിന്നോടുള്ള സകല ഫൈറ്റിംഗ് നിന്റെ പുറത്തെ മനുഷ്യനോടാ. പക്ഷെ ദൈവം നിന്നെ ബലപ്പെടുത്തുന്നതിന്റെ അകത്തെ മനുഷ്യനെയാ. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ പുറത്തെ മനുഷ്യനെതിരെ പോരാടുന്ന ഇരുട്ടിന്റെ ശക്തിയെ നീ കുടഞ്ഞു കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. പൗലോസിന്റെ കയ്യിൽ ചുറ്റിയ അണലി പുറത്തെ മനുഷ്യനിലാ ചുറ്റിയത്, പുറത്തെ കരത്തിലാ ചുറ്റിയത്. പക്ഷെ അവൻ ആത്മാവിന്റെ ഉള്ളിൽ വ്യാപരിച്ച ദൈവശക്തിയാ ഇതിനെ അങ്ങോട്ട് കുടഞ്ഞു ദൂരെ കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. വാക്ക് അവനെതിരെ വന്ന വാക്ക് മുഴുവൻ പുറത്തെ മനുഷ്യല്ല വന്നടിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ഇവനൊരു കുലപാതകം വന്നടിക്കുന്നത് മുഴുവൻ പുറത്തെ മനുഷ്യനാ. പക്ഷെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആയതുകൊണ്ട് ആ വാക്കുകൾ അകത്തോട്ട് കയറിയില്ല, അകത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഏത് പൈശാചിക സ്ട്രാറ്റജികൾക്ക് പുറത്തു നിന്ന് ഒരു ആത്മമനുഷ്യന്റെ പുറത്തെ അല്ലെങ്കിൽ മനുഷ്യനെ വെല്ലുവിളിക്കാം, പുറത്തെ മനുഷ്യനെതിരെ പോരാടാം. പക്ഷെ ആത്മമനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ പുറത്തെ മനുഷ്യൻ ശക്തമാകും. ഇന്ന് പകൽക്കാലം നിന്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തി പുറത്തെ മനുഷ്യനെതിരെ ഭീഷണികൾ, വെല്ലുവിളികൾ ഇന്ന് പകൽക്കാലം ആത്മാവ് തകർത്ത് കളയാൻ പോകുക. ഈ പകൽക്കാലം ദൈവാത്മ ശക്തമായിട്ട് പറയുന്നു, നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം നിന്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തി. അല്ലെങ്കിൽ ചിലത് ഇന്ന് പകൽക്കാലം നിന്റെ അകത്തെ മനുഷ്യന് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഹല്ലേലൂയ നിന്റെ പുറത്തെ മനുഷ്യൻ ചില ജയങ്ങളിലേക്ക് കയറാൻ പോകുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പിടികിട്ടുന്നുണ്ട്? ചില ജയങ്ങളിലേക്ക് കയറാൻ പോകുന്നു. സ്തോത്രം. ജയങ്ങളിലേക്ക്. ജയം, ജയം. ഹല്ലേലൂയ. ജയത്തിന് കുതിര വ്യർത്ഥമാ. ഹല്ലേലൂയ സ്തോത്രം. ജയത്തിന് കുതിര വ്യർത്ഥമാ. ഹല്ലേലൂയ. പുരുഷന്റെ ബലത്തിൽ ഹല്ലേലൂയ സ്തോത്രം ജയം ലഭിക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. യുദ്ധ ദിവസത്തിലേക്ക് ഹല്ലേലൂയ കുതിരകളെ ചമയിക്കുന്നു. ജയമോ യഹോവയുടെ പക്കലുള്ളതാ. ഇന്ന് പകൽക്കാലം ശത്രു എന്തെല്ലാം ചമയിച്ചോട്ടെ, പക്ഷെ ജയം യഹോവയ്ക്കുള്ളതാ, ജയം യഹോവയ്ക്കുള്ളതാ. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ജയം നൽകുവാൻ കൂടെ ജയാളിയായ ഒരു കർത്താവ് ഈ പകൽക്കാലം ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിച്ചോ, ഈ 3-ാം മാസം ചിലവർക്ക് വേണ്ടി ജയത്തിന്റെ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉണ്ടെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ഈ പകൽക്കാലം ആത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, ജയം ചിലർക്ക് വേണ്ടി വെളിപ്പെടുന്നു. ജയം, ജയം, ജയം. രാമ നസി ഹംദലവാദി കരകട കക്ഷ റീബൽ പൗഡ പ്രവിടാകത്തി വെടകൾ കെട്ടിയ നീ ആ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അവിടെ കിടന്ന് നീ എല്ലും തൊലിയാ നീ അവസാനിക്കുമെന്ന ശത്രു വിചാരിച്ചത്. എന്നിട്ട് ഹല്ലേലൂയ അവനൊരു ഫോട്ടോ എടുത്ത് കാണിക്കും. ഹല്ലേലൂയ കണ്ടില്ലയോ, ഇന്നലെ വരെ ദൈവത്തിന് തീഷ്ണത കാണിച്ചു നേണ്ട കിടക്കുന്നു. പക്ഷെ അങ്ങനെ നിന്നെ വിടത്തില്ല കേട്ടോ. ഹല്ലേലൂയ അങ്ങനെ നിന്നെ വിടത്തില്ല. ഇന്ന് പകൽക്കാലം നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമാ. ഈ പകൽക്കാലം ശക്തമായിട്ട് കർത്താവ് പറയുന്നു, ചില ശത്രുവിന്റെ ഭീഷണി ഈ മീറ്റിംഗിന്റെ നടുവിൽ സ്വർഗം ക്യാൻസൽ ചെയ്ത് കളയുക.
ചില വീടുകൾക്ക് നേരെ നിൽക്കുന്ന ഭീഷണികൾ, ചില കുടുംബങ്ങൾക്ക് നേരെ നിൽക്കുന്ന ഭീഷണികൾ. സ്തോത്രം, ഹല്ലേലൂയ. ആ ഭീഷണിയുടെ ആഫ്റ്റർ എഫക്റ്റ്, നീ മാനസികമായി തളർന്നിരിക്കുക. നീ മാനസികമായി തളർന്നിരിക്കുക. സ്തോത്രം, സ്തോത്രം. നിനക്ക് മനസ്സിനൊരു സന്തോഷവുമില്ല. നിനക്ക് മനസ്സിനൊരു സന്തോഷവുമില്ല. നിനക്ക് പ്രത്യാശയില്ല. ഹല്ലേലൂയ. നിന്റെ പ്രത്യാശ എവിടെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നിന്റെ മാനസിക മേഖലയ്ക്കെതിരെ ശത്രു ഉപയോഗിച്ചൊരു ഭീഷണിയാത്. ഇന്ന് പകൽക്കാലം ആത്മമനുഷ്യൻ ശക്തിപ്പെട്ട് നീ ഇന്ന് പകൽക്കാലം ഇതിനെ ജയിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ഇന്ന് പകൽക്കാലം ജയിക്കാൻ തയ്യാറാണെങ്കിൽ, ചിലതിനെ നീ കുടഞ്ഞുകള. സ്തോത്രം. പൗലോസ് മെലിത്യദ്വീപിലേക്ക് കാലുവെച്ചപ്പോ ആർക്കുമില്ലാത്തൊരു ഭീഷണി അവനെതിരെ വന്നു. സ്തോത്രം, ഹല്ലേലൂയ. കാര്യം എന്താണെന്നറിയാം? ഇവിടെ അവനെ കൊണ്ട് ചില പദ്ധതി ദൈവത്തിന് ചെയ്യാനുണ്ട്. നീ ആരാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവം തെളിയിക്കാൻ പോവുകയാണ്. സ്തോത്രം. പക്ഷേ അതിനെതിരെ ശക്തമായിട്ടുള്ള ദേശത്തിന്റെ അധിപതിയുടെ ശക്തിയുടെ അറ്റാക്ക്. സ്തോത്രം. പക്ഷേ പൗലോസിന്റെ ജഡമനുഷ്യനെതിരെ ഈ പോരാട്ടം മുഴുവൻ വന്നത്, നിങ്ങൾ ഒരു കാര്യം വിശ്വസിച്ചോണം, ശത്രുവിന്റെ മുഴുവൻ പോരാട്ടം വരുന്നത് നിന്റെ ജഡമനുഷ്യനെതിരെയാണ്. പക്ഷെ ദൈവം നിന്നെ ബലപ്പെടുത്തുന്നതിന്റെ ആത്മമനുഷ്യ, അകത്തെ മനുഷ്യനെയാണ്. അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ പുറത്തെ മനുഷ്യനെ തൊടാൻ പറ്റത്തില്ല. തൊടാൻ പറ്റത്തില്ല. തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. തൊടാൻ പറ്റത്തില്ല. വിശ്വസിച്ചു ഇന്ന് പകൽക്കാലം. അവൻ അതിനെ കോടനെടുത്ത് ദൂരെ കളഞ്ഞു. സ്തോത്രം. ഇതുവരെ ആ പട്ടണം കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഇങ്ങനെ ഒരു അണലി ഒരുത്തന്റെ കൈ കയറി ചുറ്റി ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ ജീവനോട് ഇരിക്കത്തില്ല. സ്തോത്രം. പക്ഷേ ഇന്ന് വരെ നടക്കാത്തൊരു കാര്യം അവിടെ ദൈവം തെളിയിച്ചു. അവിടെ ദൈവം തെളിയിച്ചു. എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. സ്തോത്രം. എവിടൊക്കെയോ ദേശാധിപതി ശക്തികൾ ഒത്തിരി പേരെ ജയിച്ചു. ഒത്തിരി പേരെ ജയിച്ചു. ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ മുറി പ്രാർത്ഥിക്കുന്ന ഒരു പേഴ്സണൽ പ്രയർ ഉണ്ട്. ഭയങ്കരമായിട്ട് ആത്മാവ് ചില മേഖലയിൽ എന്നോട് ഇടപെടുമ്പോൾ ആ ഒരു വേർഡ് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ പറയുന്നൊരു പദമുണ്ട്. എടാ പിശാചേ, ഒത്തിരി പെന്തക്കോസുകാരെ നീ ജയിച്ചിട്ടുണ്ടാവും. ഒത്തിരി പാസ്റ്റർമാരെ നീ ജയിച്ചിട്ടുണ്ടാവും. നിന്റെ കൈ കിടക്കുന്ന ഇങ്ങനെ ഒത്തിരി പേര് കാണും. നീ അവരുമായിട്ട് ഭയങ്കര ബന്ധം ഉണ്ടായിരിക്കും. അങ്ങോട്ട് പോയിക്കോ, ഇത് വേറെയാ. ഇന്ന് പകൽക്കാലം പറയാൻ നിങ്ങൾ തയ്യാറാണോ? പറയാൻ റെഡിയാണോ? പറയാൻ റെഡിയാണോ? സൂപ്പർ നാച്ചുറൽ നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ദ്വീപ് നിവാസികൾക്കൊന്ന് പറയാൻ കാണും, ഒത്തിരി എണ്ണത്തെ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ പൗലോസിന് തിരിച്ചൊന്ന് പറയാനുണ്ട്, നീ കണ്ടിട്ടില്ലാത്തതൊന്ന് വെളിപ്പെടുക ഇവിടെ. നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ടിട്ടില്ലാത്തതൊന്നും അവിടെ വെളിപ്പെട്ടപ്പോൾ അവര് പറയും ഇവൻ ഒരു ദേവനാ. കാരണം എന്താ? ഇതുവരെ അവർ കണ്ടിട്ടില്ലാത്തതൊന്ന് അഭിഷിക്തനിലൂടെ വെളിപ്പെടുകയാണ്. അഭിഷിക്തനിലൂടെ വെളിപ്പെടുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ദൂത് കൈമാറാം. സ്തോത്രം. ഏലിയാവിനെതിരെ ഭീഷണി വന്ന ഇസബേലി ശക്തിയെ തകർക്കാൻ അടുത്ത കുറെ എണ്ണത്തിനെ അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിൽ കൂടെ നിർത്തുക. അടുത്തൊരു നിര. സ്തോത്രം. അടുത്തൊരു നിര എഴുന്നേൽപ്പിക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു വേട് ഞാൻ കൈമാറാം. ഏതു മേഖലയിലാണോ നിനക്കെതിരെ ഭീഷണി വന്നിരിക്കുന്നത്, ആ മേഖലയെ നോക്കിയിട്ട് ഇന്ന് പകൽക്കാലം നീ പറയണം, അതിനെ ജയിക്കുന്ന ഒരു അഭിഷേകം എൻ്റെ മേൽ കർത്താവ് ഇന്ന് പകൽക്കാലം പ്രൊവൈഡ് ചെയ്യാൻ. ഞാൻ അതിനെ ജയിക്കും. ഒത്തിരി എണ്ണത്തെ അതിനകത്ത് ജയിപ്പിച്ച് ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. റാമാനാസി ഹംദലാജഗക്ഷുടിയ റാബൽപൂട ക്രമാനഗസ്തിയ രകൽ കെട്ടിയ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം സംസാരിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് ശുശ്രൂഷിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ശുശ്രൂഷിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ചില ഭീഷണികളെ ദൈവം പൊളിക്കാൻ പോവുകയാണ്. സ്തോത്രം. എനിക്ക് തോന്നുന്നു ബീന സിസ്റ്റർ തുടക്കത്തിൽ പറഞ്ഞ വേട് അതാന്ന് തോന്നുന്നു. ഭയപ്പെടണ്ട എന്നുള്ള വേടാന്ന് തോന്നുന്നു സിസ്റ്റർ പറഞ്ഞതല്ലേ? സ്തോത്രം. കർത്താവിന് മഹത്വം. സിസ്റ്റർ ഭയപ്പെടണ്ട എന്നുള്ള വേട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, സിസ്റ്റർ ഭയപ്പെടണ്ട എന്നുള്ള വേട് ഈ മാസത്തിന്റെ പറഞ്ഞു. ഞാൻ എന്തോ പറയാനാ? ഇതുമായിട്ടല്ലല്ലോ കർത്താവ് എന്റെ മെസ്സേജ്. സ്തോത്രം.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കണക്ഷനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് പിടികിട്ടിയോ? ഞാനതാ പറഞ്ഞത്. സ്തോത്രം. എന്റെ മനസ്സിൽ ഇങ്ങനെ ചെറുതായിട്ട് കയറി. ഞാൻ ഇത് ചിന്തിക്കുമ്പോഴാണ് പെട്ടെന്ന് കർത്താവ് എനിക്ക് ഭയങ്കരമായിട്ട് ഏലിയാവിനെ കണക്ട്. ഞാൻ വിചാരിച്ചു, കർത്താവ് എന്തിനാ കർത്താവ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്? സ്തോത്രം. നിങ്ങൾക്ക് പിടികിട്ടിയോ? സ്തോത്രം. കർത്താവിന്റെ ദാസിയാണ് ഈ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം നിർത്തിയിരിക്കുന്നത്. കർത്താവിന്റെ ദാസിയുടെ ദൈവം എന്ത് ആലോചന കൊടുത്തത് അതിനോട് ചേർന്നായിരിക്കും പരിശുദ്ധാത്മ ശുശ്രൂഷിക്കുന്നത്. ഞാൻ അതാ പറഞ്ഞത്. എന്റെ ആലോചന പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന ഒരു മെസ്സേജ് ഇവിടെ സ്ഥാപിച്ച് എനിക്ക് പോകേണ്ട ഒരാവശ്യമില്ല. കാര്യം കർത്താവാണ് ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ഇതിനകത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോ എന്റെ ശുശ്രൂഷ അല്ല ഇവിടെ വെളിപ്പെടേണ്ട, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടേ. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന പരിശുദ്ധാത്മ ഇന്ന് എന്റെ ജീവിതത്തിനകത്ത് ചിലത് ചെയ്തു കഴിഞ്ഞു. നിന്റെ ജീവിതത്തിന്റെ ചില ഭീഷണികളെയും ഭയങ്ങളെയും ദൈവം എടുത്തു മാറ്റി അടുത്തൊരു തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്താൻ പോകുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അടുത്ത ദൗത്യങ്ങളിലേക്ക് കയറ്റാൻ പോവുക. അടുത്ത ദൗത്യങ്ങളിലേക്ക് സ്വർഗീയ പ്രൊവിഷനുകൾ ഈ 3-ാം മാസം ദൈവം ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങൾ എന്നോട് ചേർന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നിങ്ങൾ ആ വിഷയങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. അനാക്യ മല്ലന്മാരെ കണ്ട് നീ ഭയപ്പെടേണ്ട. കർത്താവിനോട് ശക്തമായിട്ട് പറയാൻ പറയുന്നു. അനാക്യ മല്ലന്മാരെ കണ്ട് നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. യോശുവയും കാലേബും വന്നിട്ട് പറഞ്ഞൊരു പദമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മൾ ആ ദേശം കൈവശമാക്കിയിരിക്കും. നമ്മളത് നേടിയെടുത്തിരിക്കും. കൂടെയുള്ള ഒത്തിരി പേര് വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ മുമ്പ് ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി. മൊത്തം നെഗറ്റീവ് പറഞ്ഞപ്പോൾ രണ്ടുപേര് പറഞ്ഞു, നോ ഭയപ്പെടേണ്ട. ദൈവം നമുക്ക് ഒത്തിരി പേരുടെ മനസ്സ് കലക്കിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ടൊരു തൂത് പറയാൻ പറയുന്നു. ഒത്തിരി പേരുടെ മനസ്സ് പലരും കൂടെയുള്ളവരും തന്നെ കലക്കിയപ്പോൾ, ഹല്ലേലൂയ, പലരും കലക്കി. ആത്മീയരെന്ന് പറയുന്ന പലരും നിന്റെ മനസ്സിനെ കലക്കി. ഹല്ലേലൂയ, നിന്റെ മനസ്സിനെ ഉടച്ചു കളഞ്ഞു. പലതും കൈപ്പിടിയാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനോട് പറയുന്നു, ഈ ദൈവശബ്ദത്തെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ നീ അത് കൈവശമാക്കാൻ പോവുക. നീ ആ വാഗ്ദത്തം കൈവശമാക്കാൻ പോവുക. നീ അത് ഏറ്റെടുക്കാൻ പോവുക. നീ അതിലേക്ക് പ്രവേശിക്കാൻ പോവുക. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ 3-ാം മാസം ചില വാഗ്ദത്തങ്ങൾ അത് കൈവശമാക്കാൻ പോകുന്നതിനായി സ്തോത്രം. പിടിച്ചെടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽക്കാലം എല്ലാ ഭീഷണികളിൽ നിന്ന് അവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം. ഭയങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം. കർത്താവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം. ഈ മിനിസ്ട്രിക്കായി സ്തോത്രം. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.